ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു പൊളിയാണ് ഓർഗാനിക്. മക്കളെ, ഓർഗാനിക്കിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് IUPAC നോമൻക്ലേച്ചറും അതേപോലെ തന്നെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതുമാണ്. എന്നാൽ മക്കളെ, ഈ പാർട്ടിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ഐസോമറിസമാണ്. ഐസോമറിസം നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യമാണ്. അത് നമുക്ക് കൃത്യമായിട്ട് ഒന്നുകൂടെ പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ റിയാക്ഷൻ മെക്കാനിസത്തിലേക്കാണ് പോവുക. റിയാക്ഷൻ മെക്കാനിസത്തിൽ ഹോമോളിസിസും ഹെറ്ററോളിസിസും ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലും ഒക്കെ പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻ്റ് എഫക്റ്റിലും 4 എഫക്റ്റും കൂടെ പഠിക്കുന്നതോടുകൂടെ ഈ പാർട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മക്കളെ, അതിനു മുന്നേ ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. കഴിഞ്ഞ പാർട്ട് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എങ്കിലേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. കറക്റ്റ് ഓരോ പാർട്ട് പഠിച്ചു നമ്മുടെ കൂടെ വരികയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, വിത്തിൻ 1 വീക്ക് ഓർഗാനിക് സെറ്റ് ആയിരിക്കും. ഓർഗാനിക് 2 ചാപ്റ്ററും അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ കൃത്യമായിട്ട് നമ്മുടെ കൂടെ വരണം. ഓക്കെ ആണല്ലോടാ? യെസ്, നോക്കാം നമുക്ക്. ഫസ്റ്റ് പോയിന്റ് ഐസോമറിസം ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താടാ? ഐസോമറിസം ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഐസോമറിസം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? സെയിം മൊളിക്കുലാർ ഫോർമുലയാണ്, പക്ഷേ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടിയാണ്. സ്ട്രക്ചറൽ ഐസോമറിസം പറയുമ്പോൾ സ്ട്രക്ചറാണ് ഡിഫറെൻ്റ് ആയി മാറുക എന്നൊക്കെ നമുക്കറിയാം. ബേസിക്കലി 2 തരം ഐസോമറിസങ്ങളുണ്ട്. ഒന്ന് സ്ട്രക്ചറൽ ഐസോമറിസമാണ്, 2 സ്റ്റീരിയോ ഐസോമറിസമാണ്. ഒന്ന് സ്ട്രക്ചറൽ ഐസോമറിസമാണ്, 2 സ്റ്റീരിയോ ഐസോമറിസമാണ്. എടാ, നമ്മൾ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ ഐസോമറിസത്തിലേക്കാണ്. സ്റ്റീരിയോ ഐസോമറിസത്തിൽ ജിയോമെട്രിക്കൽ ഐസോമറിസം അഥവാ സിസ് ട്രാൻസ് ഐസോമറിസം ഒക്കെ അൽക്കീന് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും, ഹൈഡ്രോ കാർബൺ 2ാമത്തെ ചാപ്റ്ററിൽ. എന്നാൽ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചറൽ ഐസോമറിസത്തിലേക്കാണ്. എടാ, സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താ? സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷേ സ്ട്രക്ചറൽ ഫോർമുല ഡിഫറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രക്ചർ ഡിഫറൻ്റ് ആയിരിക്കും. ആ ഫിനോമിനയാണ് സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറയുന്നത്. എടാ, സ്ട്രക്ചറൽ ഐസോമറിസം ഏതൊക്കെയുണ്ട്? ഓൾറെഡി മക്കൾക്ക് അറിയുന്നതാണ്. ഒന്ന് ചെയിൻ ഐസോമറിസം ആണ്, 2 പൊസിഷൻ ഐസോമറിസം ആണ്, 3 ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം ആണ്, 4 മെറ്റാമറിസം ആണ്. സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷേ സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്. ആ മോളിക്യൂൾസിനെ സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് വിളിക്കാം. ആ ഫിനോമിനനെ സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് വിളിക്കാം. അത് 4 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. അത് ഈ 4 എണ്ണമാണ്. അത് ഈ 4 എണ്ണമാണ് എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ആ 4 ഐസോമറിസവും എന്താണ് എന്നും ഓരോന്നിനും മിനിമം ഒരു എക്സാമ്പിൾ എങ്കിലും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. എന്താണ് ആദ്യത്തത് ചെയിൻ ഐസോമറിസമാണ്. പറയേണ്ട കാര്യം പോലുമില്ല, ആ പേരിൽ തന്നെ സംഭവമുണ്ട്. എന്താ? സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, പക്ഷെ എന്താണ് ഡിഫറൻ്റ് ആവുക? ചെയിന് ഡിഫറൻ്റ് ആയിരിക്കും. സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷേ ചെയിൻ എന്താണ്? ഡിഫറൻ്റ് ആണ്. നോക്കാം നമുക്ക്. ഒരു എക്സാമ്പിൾ പറയുന്നത് നോക്കൂ, സിമ്പിളാണ്. CH3 CH2 CH2 CH3. ആരാടാ ഇത് ആരാണ്? ഇത് നോർമൽ ബ്യൂട്ടൈൻ ആണ്. നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിറ്റ് ചെയിൻ ആണെങ്കിൽ നമ്മൾ കോമൺ നെയിം പറയുമ്പോൾ നോർമൽ എന്ന് പറയാറുണ്ട്. ഇപ്പൊ തൽക്കാലത്തിന് കോമൺ ഒന്നും വേണ്ട, IUPAC നെയിം പറയാം. 4 കാർബൺ ബ്യൂട്ട്, എല്ലാം സിംഗിൾ ബോണ്ട്, എന്താ പേര്? ബ്യൂട്ടൈൻ. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എന്താ? C4H10 ആണ്. മോളിക്കുലാർ ഫോർമുല എന്താടാ? C4H10 ആണ്. ഇനി ആ മറ്റൊരു മോളിക്കൂളെ ഇന്ന് ശ്രദ്ധിക്ക്, CH3 CH3 സിംഗിൾ ബോണ്ട് CH3. ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഇയാളുടെ പേരെന്താ? ഇത് ബ്യൂട്ടൈൻ ആണോ? ഒരിക്കലുമല്ല. ഇവിടെ നിങ്ങൾക്ക് ആദ്യം ലോങ്സ്റ്റ് ചെയിൻ കണ്ടെത്തണം അല്ലേ? പിന്നെ നമ്പർ ചെയ്യണം 1 2 3. 2ാമത്തെ കാർബൺ ആറ്റത്തിൽ നിങ്ങൾക്ക് ആരെ കാണാം? ഒരു ബ്രാഞ്ച് മീത്തൈലിനെ കാണാം. സോ 2 മീത്തൈൽ. ലോങ്സ്റ്റ് ചെയിനിൽ 3 കാർബൺ ആറ്റം. സോ
പ്രപ്പാണ്, എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. സോ IUPAC നെയിം എന്താടാ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, അത് 2-methyl propane. എന്താടാ UPAC നെയിം വരുന്നത്? 2-methyl propane. ഇനി ഇതിന്റെ ഫോർമുല എന്താ? ഇതിന്റെ ഫോർമുലയും C4H10 തന്നെയാണ്. അപ്പൊ എന്താ മക്കളെ നിങ്ങൾക്ക് മനസ്സിലായത്? മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷേ ഇവരുടെ ചെയിൻ സെയിം ആണോ? അല്ല, ഇതൊരു സ്ട്രെയിറ്റ് ചെയിൻ ആണ്, എന്നാൽ ഇത് ബ്രാഞ്ചഡ് ചെയിൻ ആണ്. അപ്പൊ ചെയിൻ ഡിഫറൻറ്റാ, എന്നാൽ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. എന്നാൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? ചെയിൻ ഐസോമേഴ്സ് എന്ന് വിളിക്കാം. ഈ ബ്യൂട്ടൈനും 2-methyl പ്രൊപ്പൈനും ചെയിൻ ഐസോമേഴ്സ് ആണ്. ആ ഫിനോമിന എന്താ? ചെയിൻ ഐസോമറിസം ആണ്. അപ്പൊ എന്താ ചെയിൻ ഐസോമറിസം? വളരെ സിമ്പിൾ അല്ലേ? സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷെ ചെയിൻ ഡിഫറൻ്റ് ആണ് അല്ലേ? ആ മോളിക്യൂൾസ് ചെയിൻ ഐസോമേഴ്സ് ആണ്, ആ ഫിനോമിന ചെയിൻ ഐസോമറിസം ആണ്, ചെയിൻ ഐസോമറിസം ആണ്. ഗോട്ട് ഇറ്റ്? അപ്പൊ ഇത് എന്താണ് എന്ന് മനസ്സിലാക്കി, അതിന്റെ എക്സാമ്പിൾ മനസ്സിലാക്കി. അടുത്ത ഐസോമറിസത്തിലേക്ക് പോവാം. ഏതാ അത്? അത് പൊസിഷൻ ഐസോമറിസം. എടാ, അത് പറയേണ്ട കാര്യം പോലുമില്ല, മക്കൾക്ക് അറിയുന്നതാണ്. സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പിന്നെ എന്താ ഡിഫറൻറ്റ്? പൊസിഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ആരുടെ പൊസിഷൻ? അതിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ആവാം, അതിനകത്തുള്ള ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ആവാം, അങ്ങനെയുള്ള ബ്രാഞ്ചസിന്റെ പൊസിഷൻ ആവാം. പൊസിഷൻ ഡിഫറൻ്റ് ആണ്, പക്ഷെ സെയിം മോളിക്കുലാർ ഫോർമുലയാ. എടാ, ഒരു എക്സാമ്പിൾ നോക്ക്, നിങ്ങൾ ഒരു എക്സാമ്പിൾ നോക്ക്. CH3 CH2 CH2OH. എടാ, ഇയാളുടെ പേരെന്താണ്? ഇയാളുടെ പേര് സിംപ്ലി പ്രൊപ്പനോൾ എന്നാണ്. എങ്ങനെ നമ്പർ ചെയ്യുക? 1 2 3, കാരണം ഫങ്ഷണൽ ഗ്രൂപ്പിന് ലിസ്റ്റ് നമ്പർ കിട്ടുന്ന രൂപത്തിൽ നമ്പർ ചെയ്യണം. അപ്പൊ ഇയാളുടെ പേര് വരുന്നത് പ്രൊപ്പൻ 1 എന്നാണ്. ഒരു കാര്യം മക്കൾക്ക് അറിയാം, എന്താ? 1 ആയതുകൊണ്ട് അത് അവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ആ പൊസിഷൻ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ 1 കൊടുത്തത്. ഇതിന്റെ IUPAC നെയിം എഴുതാൻ പറഞ്ഞാൽ പ്രൊപ്പനോൾ എന്ന് എഴുതിയാൽ മതി, ഒരു പ്രശ്നവും ഇല്ല, പ്രൊപ്പനോൾ എന്ന് എഴുതിയാൽ മതി. ഇനി ഇതിന്റെ മോളിക്കുലാർ ഫോർമുല ഒന്ന് പറയടാ. 3 കാർബൺ ആറ്റം നിങ്ങൾക്ക് അവിടെ കാണാം, അതേപോലെ 8 ഹൈഡ്രജൻ ആറ്റം കാണാം, അതേപോലെ ഒരു ഓക്സിജൻ ആറ്റവും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. C3H8O, അതാണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല. ഇനി ഞാൻ മറ്റൊരു കോമ്പൗണ്ട് എഴുതുന്നത് ശ്രദ്ധിക്കുക. CH3 CHOH CH3. ഇതും ആൽക്കഹോളാണ്, ഇതും ആൽക്കഹോളാ. പക്ഷെ എന്താണ് വ്യത്യാസം? നോക്ക്. 1 2 3. ഇവിടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഡിഫറൻ്റ് ആണ്. ഇവിടെ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് OH ഉള്ളതെങ്കിൽ ഇവിടെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് OH ഉള്ളത്. സോ പേര് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് പ്രൊപ്പൻ 1 ഓൾ എന്നതിന് പകരം പ്രൊപ്പൻ 2 ഓൾ എന്നാണ് വരിക. മോളിക്കുലാർ ഫോർമുല മാറുന്നില്ല, C3H8O തന്നെയാ. അപ്പൊ നിങ്ങൾ പറ, എന്താണിത്? സെയിം മോളിക്കുലാർ ഫോർമുലയാ, പക്ഷെ അവിടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ എന്താണ്? ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഇവരെ നമുക്ക് പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വിളിക്കാം. ആ ഫിനോമിന എന്താണ്? പൊസിഷൻ ഐസോമറിസം ആണ്. നിങ്ങൾ നോക്ക്, ഇവിടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇവിടെ എത്തുമ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഉള്ളത്. പൊസിഷൻ മാറി, പൊസിഷൻ മാറ്റം ഉണ്ടാവും, പക്ഷെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. അതാണ് എന്ത്? പൊസിഷൻ ഐസോമേഴ്സ്. ആ ഫിനോമിന എന്താ? പൊസിഷൻ ഐസോമറിസം. സിമ്പിൾ അല്ലടാ, സിമ്പിൾ അല്ലേ? അത് സിമ്പിളാണ്, ഒരു കോംപ്ലിക്കേഷനും ഇവിടെ ഇല്ല. ഇനി മക്കളെ, അടുത്തതിലേക്ക് ഞാൻ പോവുകയാണ്. അത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ആർക്കും ആലോചിച്ചാൽ കിട്ടും. കാരണം എന്താ? ചെയിൻ ഐസോമറിസത്തില് ചെയിനാ ഡിഫറൻ്റ് ആയത്, പൊസിഷൻ ഐസോമറിസത്തിൽ പൊസിഷനാ ഡിഫറൻ്റ് ആയത്. എങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസത്തിൽ ആരാ ഡിഫറൻ്റ് ആവുക? ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആവും. ആർക്കും ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. നോക്കൂ മക്കളെ, ഞാനൊരു എക്സാമ്പിൾ പറയുന്നു, ശ്രദ്ധിക്കും നിങ്ങൾ. എന്താ എക്സാമ്പിൾ? CH3. എന്താടാ? CH3 CH3 CH2 CH2OH. ഇതാരാന്ന് പറയേണ്ടതില്ല, നേരത്തെ നമ്മൾ എഴുതിയതാണ്. ഇത് പ്രൊപ്പൻ 1 ഓൾ ആണ്, അഥവാ പ്രൊപ്പനോൾ ആണ്. ആരാടാ പ്രൊപ്പനോള്? പ്രൊപ്പനോൾ ഒരു ആൽക്കഹോളാണ്. പ്രൊപ്പനോൾ ഒരു ആൽക്കഹോളാണ്. എന്താ മോളിക്കുലാർ ഫോർമുല? C3H8O തന്നെയാണ്, അല്ലടാ? അപ്പൊ ഇതൊരു ആൽക്കഹോളാണ്.
ഇതാരാ മക്കളെ? ഒരു ആൽക്കഹോൾ ആണ്. എന്നാൽ അടുത്തത് നിങ്ങളൊന്ന് നോക്കുക. അടുത്തത് CH3OCH2CH3. ഇതൊരു ആൽക്കഹോൾ ആണോ? ഇതൊരു ആൽക്കഹോൾ അല്ല. ഓക്സിജന്റെ 2 സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാൽ അതിനെ ഈത്തർ എന്നാ വിളിക്കുക. ഇത് ഈത്തറാണ്. ഈത്തറിന്റെ പേരെങ്ങനെയാ കൊടുക്കുക? ഇവിടെ മീത്തൈല്, ഇവിടെ ഈത്തൈല്. ചെറിയ ഗ്രൂപ്പിന് ഓക്സിജനുമായി ചേർക്കുക. അപ്പൊ മീത്തൈലിനെ ഓക്സിജനുമായി ചേർത്താൽ മെത്തോക്സി. എന്താണ് വരിക? മെത്തോക്സി. ഇതാരാ? ഈത്തൈൻ. മെത്തോക്സി ഈത്തൈൻ. ഇതാണ് UPSC നെയിം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, എന്താ ഫോർമുല? ഒരു വ്യത്യാസവും ഇല്ല. അത് C3H8O എന്ന് തന്നെയാണ്. അപ്പൊ എന്താണ് വ്യത്യാസപ്പെട്ടത്? നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെയിം മോളിക്കുലാർ ഫോർമുലയാണ്. എന്നാൽ ആദ്യത്തത് ഒരു ആൽക്കഹോളാണ്. ഇവിടെയുള്ള ഫങ്ഷൻ ഗ്രൂപ്പ് OH ആണ്, ആൽക്കഹോളാണ്. എന്നാൽ രണ്ടാമത്തത് ആൽക്കഹോളാണോ? അല്ല, രണ്ടാമത്തത് ഈത്തറാണ്. അപ്പൊ എന്താ മക്കളെ മനസ്സിലായത്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആണ്. എന്നാൽ മോളിക്കുലാർ ഫോർമുല എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് അവരെ ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് എന്ന് വിളിക്കാം. ആ ഫിനോമിന എന്താ? അത് ഫങ്ഷണൽ ഐസോമറിസം ആണ്. വെരി സിമ്പിൾ. എന്താണ് എന്ന് നിങ്ങൾ അറിയണം. അതേപോലെ ഒരു എക്സാമ്പിളും മക്കളെ നിങ്ങൾക്ക് നീറ്റായിട്ട് എഴുതാൻ കഴിയണം. ഓക്കെ, ചെയിൻ ഐസോമറിസത്തിൽ ചെയിനാ ഡിഫറൻറ്റ്, പൊസിഷനിൽ പൊസിഷനാ ഡിഫറൻറ്റ്, ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഫങ്ഷണൽ ഗ്രൂപ്പാ ഡിഫറൻറ്റ്. എല്ലാത്തിലും മോളിക്കുലാർ ഫോർമുല സെയിമാ. ഓക്കെ അല്ലടാ? ഇതൊക്കെ 10th പഠിച്ചതാ നിങ്ങൾ, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അടുത്തത് മെറ്റാമറിസം. എന്താ മെറ്റാമറിസം? എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. നോക്കടാ നിങ്ങൾ. CH3O CH2CH2CH3. ഇതാരാന്നൊന്ന് പറഞ്ഞേടാ? മെത്തോക്സി. പറഞ്ഞേ നിങ്ങൾ. ഇതൊരു ഈത്തറാണ്. മെത്തോക്സി. മെത്തോക്സി. ഇതാരാടാ? പ്രൊപ്പൈൻ. മെത്തോക്സി പ്രൊപ്പൈൻ. മെത്തോക്സി പ്രൊപ്പൈൻ്റെ ഫോർമുല എന്താണ്? 4 കാർബൺ ഉണ്ട്, 10 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 1 ഓക്സിജൻ ആറ്റം ഉണ്ട്. C4H10O ആണ് അയാളുടെ മോളിക്കുലാർ ഫോർമുല, അല്ലേ? ആണ്. ഇനി അടുത്ത ആളെ നിങ്ങൾ ശ്രദ്ധിക്കുക. CH3CH2O CH2CH3. എന്താണ് അയാളുടെ പേര്? ഇതും ഈത്തർ തന്നെയാണ്. ഓക്സിജന്റെ 2 സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ്, ഇവിടെയും ഓക്സിജന്റെ 2 സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ്. ഇതും എന്ത് തന്നെയാണ്? ഈത്തർ തന്നെയാ. പക്ഷെ പേരെന്താ? 2 സൈഡിലും ഈത്തൈലല്ലേ? അപ്പൊ എത്തോക്സി. എന്താടാ? എത്തോക്സി. എത്തോക്സി ഈത്തൈൻ. എന്താടാ കിട്ടുന്നത്? എത്തോക്സി ഈത്തൈൻ. എന്താ ഫോർമുല? ഫോർമുല C4H10O. C4H10O. അതാണ് ഫോർമുല വരുന്നത്. വെരി സിമ്പിൾ ആണിത്, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പൊ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. ഒരു പ്രശ്നവും ഇല്ല. പിന്നെ എന്താ പ്രശ്നം? ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് കാണുന്നുണ്ടല്ലോ, ഓക്സിജൻ. ആ ഓക്സിജന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാ? മീത്തൈൽ. മീത്തൈലാണ്. ഒരു കാർബണാ, മീത്തൈൽ. എന്നാൽ ഇതിന്റെ രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിമാ. എന്നാൽ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ മീത്തൈലാണോ? അല്ല, 2 കാർബൺ ആറ്റം ഉണ്ട്, ഈത്തൈൽ. അപ്പൊ രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് സെയിം ആണോ? അല്ല. അപ്പൊ റൈറ്റോ? നോക്ക്, ഇവിടെ പ്രൊപ്പൈലാണ്. 3 കാർബൺ ആറ്റം ഉണ്ട്, പ്രൊപ്പൈൽ. എന്നാൽ ഇവിടെ പ്രൊപ്പൈലാണോ? അല്ല, 2 ഉള്ളൂ, ഈത്തൈൽ. അപ്പൊ സെയിം മോളിക്കുലാർ ഫോർമുലയാ. പിന്നെ എന്താ വ്യത്യാസമുള്ളത്? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ 2 സൈഡിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഡിഫറൻ്റ് ആണ് എങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാമേഴ്സ്. ആ ഫിനോമിന എന്താ? മെറ്റാമറിസം ആണ്. ആ ഫിനോമിന എന്താ മക്കളെ? ദാറ്റ് ഈസ് മെറ്റാമറിസം. മറന്നു പോകരുത്. ആ ഫിനോമിനെ വിളിക്കുന്ന പേര് മെറ്റാമറിസം ആണ്. സെയിം മോളിക്കുലാർ ഫോർമുല, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ 2 സൈഡിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്താ? ഡിഫറൻ്റ് ആണ്. ഇവിടെ മീത്തൈൽ, ഇവിടെ ഈത്തൈൽ. ഇവിടെ പ്രൊപ്പൈൽ, ഇവിടെ ഈത്തൈൽ.
ഗോട്ട് ഇറ്റ്? അപ്പം 4 തരം സ്ട്രക്ചറൽ ഐസോമറിസങ്ങൾ നമ്മൾ പഠിച്ചു. ചെയിൻ ഐസോമറിസം പഠിച്ചു, പൊസിഷൻ പഠിച്ചു, ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിച്ചു, മെറ്റാമറിസം പഠിച്ചു. മക്കളെ 4ഉം എന്താണ് എന്ന് മക്കൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു എക്സാമ്പിളും മക്കൾ പഠിക്കാതെ പോകരുത്. എന്താണ് എന്നും പഠിക്കണം, ഒരു എക്സാമ്പിളും പഠിക്കണം, അത് നിർബന്ധമാണ്. ഗോട്ട് ഇറ്റ്? ഇനി ഇവിടുന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ നിങ്ങൾ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസം ഷോൺ ബൈ ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾ. 4 മാർക്കിന് 2019 ചോദിച്ചതാ. 4 സ്ട്രക്ചറൽ ഐസോമറിസം വിത്ത് എക്സാമ്പിൾ എഴുതാനാ പറഞ്ഞത്. അടുത്ത നോക്ക് നിങ്ങൾ. C4H10O കാണിക്കുന്ന മെറ്റാമേഴ്സ് ഏതൊക്കെ നോക്കൂ നിങ്ങൾ. C4H10O കാണിക്കുന്ന മെറ്റാമേഴ്സ് അല്ലേ നമ്മൾ ഇവിടെ എഴുതിയത്? അതല്ലടാ നമ്മളിവിടെ എഴുതിയത്. മെത്തോക്സി പ്രൊപ്പൈനും എത്തോക്സി ഈത്തൈനുമാണത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. റൈറ്റ് ഓൾ ദ പോസിബിൾ ചെയിൻ ഐസോമേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട് വിത്ത് മോളിക്കുലാർ ഫോർമുല C5H12. C5H12 ഇതിന്റെ പോസിബിൾ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ് ചോദിച്ചത്. എടാ C5H12 എന്ന് പറഞ്ഞാൽ പെൻറ്റെയിൻ അല്ലേ? അപ്പോൾ CH3 CH2 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 CH3 ഇത് പറ്റും. ഇതെന്താ? ഇതൊരു നോർമൽ പെൻറ്റെയിൻ ആണ്. ധാരാടാ ഇത് നോർമൽ പെൻറ്റെയിൻ ആണ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. CH3 CH3 CH2 CH3 എന്താ ഇയാളുടെ പേര്? ഇയാളുടെ പേര് 2-methyl ബ്യൂട്ടൈൻ ആണ്. എന്താണ്? 2-methyl ബ്യൂട്ടൈൻ ആണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ മറ്റൊന്നെടുക്കാം. എന്താ? CH3 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 CH3. എങ്ങനെയാണ് നമ്പർ വരിക? 1 2 3. രണ്ടാമത്തെ പൊസിഷനിൽ 2 മീത്തൈൽ ഉണ്ട്. 2,2 എന്താണ്? 2,2 ഡൈമീത്തൈൽ. 2,2 ഡൈമീത്തൈൽ പ്രൊപ്പൈൻ. ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 കോമ്പൗണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല C5H12 തന്നെയായിരിക്കും, ഒരു സംശയവും ഇല്ല. അപ്പൊ ഇതൊക്കെ ചെയിൻ ഐസോമേഴ്സ്. കാരണം എന്താ? സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷെ ചെയിൻ ഡിഫറൻ്റ് ആണ്. അപ്പൊ അവർ ചെയിൻ ഐസോമേഴ്സ് ആണ് എന്നുള്ള കാര്യം മക്കൾക്ക് അറിയുന്നതാണ്. റെഡി അല്ലടാ? അപ്പൊ ഐസോമറിസം എന്താണ് എന്ന് 4 തരം സ്ട്രക്ചറൽ ഐസോമറിസങ്ങൾ നമ്മൾ പഠിച്ചു. അതിന്റെ എക്സാമ്പിൾ പഠിച്ചു. അവിടെ നിന്ന് എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യവും നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ്. ശരിയല്ലടാ? ഓക്കെ അല്ലേ പറഞ്ഞേ? യെസ്. ഓക്കെ, ഇനി മക്കളെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം ആണ്. റിയാക്ഷൻ മെക്കാനിസം എന്താടാ? ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി അത് നമ്മൾ അറിയേണ്ടതുണ്ട്. മെക്കാനിസത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒരു റിയാക്ഷൻ എന്താ? സിമ്പിളാണ്. ഞാനൊരു ഓർഗാനിക് മോളിക്യൂളാന്ന് വിചാരിക്കുക. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കുമോ? ഇല്ല. എടാ, ഒരു ഓർഗാനിക് മോളിക്യൂളിലേക്ക് ആര് വരേണ്ടതുണ്ട്? ഒരു ഓർഗാനിക് മോളിക്യൂളിലേക്ക് ആര് വരേണ്ടതുണ്ട്? ഒരു ഓർഗാനിക് മോളിക്യൂൾ ഒറ്റയ്ക്ക് നിന്ന റിയാക്ഷൻ നടക്കില്ല. ആ ഓർഗാനിക് മോളിക്യൂളുമായി റിയാക്ട് ചെയ്യാൻ ഒരു റിയേജന്റ് വരേണ്ടതുണ്ട് അല്ലേ? ആ റിയേജന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറ്റാക്കിംഗ് റിയേജന്റ്. അറ്റാക്കിംഗ് റിയേജന്റ്. എടാ, ഒരു അറ്റാക്കിംഗ് റിയേജന്റ് വരണം. ആരാ വരേണ്ടത്? ഒരു അറ്റാക്കിംഗ് റിയേജന്റ് വരണം. ആര് അറ്റാക്ക് ചെയ്യാനാ ഒരു അറ്റാക്കിംഗ് റിയേജന്റ് വരേണ്ടത്? നമ്മുടെ ഓർഗാനിക് മോളിക്യൂളിനെ അഥവാ സബ്സ്ട്രേറ്റിനെ അല്ലേ? അപ്പോൾ ഒരു സബ്സ്ട്രേറ്റ് അഥവാ ഓർഗാനിക് മോളിക്യൂള് ഒറ്റയ്ക്ക് നിന്ന റിയാക്ഷൻ നടക്കില്ല. അതുമായി റിയാക്ട് ചെയ്യാൻ ഒരു അറ്റാക്കിംഗ് റിയേജന്റ് വരണം. അവർ പരസ്പരം റിയാക്ട് ചെയ്ത് ഒരു ഇന്റർമീഡിയറ്റിലൂടെ പ്രോഡക്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ പ്രോഡക്റ്റിൻ്റെ കൂടെ എന്തുണ്ടാവും? ബൈ പ്രോഡക്റ്റുകളും ഉണ്ടാവും. ഇതാണ് ഒരു ഓർഗാനിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ്? ഒരു ഓർഗാനിക് മോളിക്യൂൾ അറ്റാക്ക് ചെയ്യാൻ അറ്റാക്കിംഗ് റിയേജന്റ് വരും. അവരൊരു ഇന്റർമീഡിയറ്റിലൂടെ പ്രോഡക്റ്റ് ആയിട്ട് മാറും. ചിലപ്പോൾ പ്രോഡക്റ്റിൻ്റെ കൂടെ എന്തുണ്ടാവും? ബൈ പ്രൊഡക്റ്റും ഉണ്ടാവും. ഇങ്ങനെ റിയാക്റ്റന്റ് മോളിക്യൂൾ പ്രോഡക്റ്റായി മാറുന്ന ഈ ഒരു പ്രോസസ്സ് ഇല്ലേ, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സീക്വൻഷ്യലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് അതിൻ്റെ മെക്കാനിസം എന്ന് പറയാം. എടാ, ഒരു ഓർഗാനിക് റിയാക്ഷന്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഓർഗാനിക് മോളിക്യൂള് അഥവാ സബ്സ്ട്രേറ്റ് മോളിക്യൂള് പ്രോഡക്റ്റായി മാറുന്ന ആ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് അതിൻ്റെ മെക്കാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
ഓക്കെ, എന്താ മെക്കാനിസം എന്നൊന്നും ചോദിക്കില്ല, പക്ഷെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്ന് മക്കളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എടാ, ഒരു ഓർഗാനിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബോണ്ട് ബ്രേക്കിങ്ങും ബോണ്ട് മേക്കിങ്ങുമാണ് എന്ന് പറയാറുണ്ട്. എടാ, ഓൾറെഡി ഈ സബ്സ്ട്രേറ്റ് മോളിക്യൂളിലുള്ള ചില ബോണ്ടുകളൊക്കെ ബ്രേക്ക് ആവും, എന്നിട്ടോ വരുന്ന അറ്റാക്കിംഗ് റിയേജന്റുമായിട്ട് ചില ബോണ്ടുകളൊക്കെ മേക്ക് ആവും. ആദ്യം ചില ബോണ്ടുകൾ ബ്രേക്ക് ആവും, പിന്നെ പുതിയ ചില ബോണ്ടുകൾ മേക്ക് ആവും. ഇങ്ങനെയാണ് റിയാക്റ്റൻസ് എന്തായി മാറുന്നത്, പ്രോഡക്റ്റുകളായിട്ട് മാറുന്നത് എന്നത് ബേസിക് ആയിട്ട് നമ്മൾ അറിയണം. ഏതൊരു കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾ എടുത്താലും അവിടെ ബോണ്ടിൻ്റെ ബ്രേക്കിങ്ങും ഉണ്ടാവും, ബോണ്ടിൻ്റെ മേക്കിങ്ങും ഉണ്ടാവും. അപ്പോൾ ആദ്യം നടക്കേണ്ടത് എന്താ, ബ്രേക്കിംഗ് അല്ലേ. ഒരു കൊവാലന്റ് ബോണ്ട് എങ്ങനെയാടാ ബ്രേക്ക് ചെയ്യുക? ഒരു കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ 2 മെത്തേഡുകളുണ്ട്. ഫിഷൻ ഓഫ് എ കൊവാലന്റ് ബോണ്ട്, ഫിഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ആണ്. ഒരു കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആദ്യത്തെ മെത്തേഡ് എന്താന്ന് ചോദിച്ചാൽ, ഒരു കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആദ്യത്തെ മെത്തേഡ് എന്താന്ന് ചോദിച്ചാൽ അത് ഹോമോളിസിസ് ആണ്. ഹോമോളിസിസ് ആണ്, അല്ലെങ്കിൽ ഹോമോലിറ്റിക് ഫിഷൻ എന്ന് പറയാം. ഹോമോലിറ്റിക് ഫിഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹോമോലിറ്റിക് ബ്രേക്കിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് പറയാം. ക്ലീവേജ് എന്ന് പറഞ്ഞാലും ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാലും ഫിഷൻ എന്ന് പറഞ്ഞാലും ഒക്കെ എന്താ, ആ ബോണ്ട് പൊട്ടുന്ന പരിപാടിയാണ്, ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന പരിപാടിയാണ്. ഏത് റിയാക്ഷൻ ആണെങ്കിലും ആദ്യം ചില ബോണ്ടുകൾ ബ്രേക്ക് ആവും, പിന്നെ ചില ബോണ്ടുകൾ മേക്ക് ആവും. അപ്പൊ എങ്ങനെയാണ് ഒരു കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ആവുന്നത് എന്ന് പഠിക്കൽ നിർബന്ധമാണ്. അതിന്റെ ആദ്യത്തെ മെത്തേഡാണ് ഹോമോളിസിസ് അല്ലെങ്കിൽ ഹോമോലിറ്റിക് ഫിഷൻ. ഇനി രണ്ടാമത്തത് ഏതാടാ? രണ്ടാമത്തത് ഹെറ്ററോലിറ്റിക് ഫിഷൻ ആണ്. ഹെറ്ററോലിറ്റിക് ഫിഷൻ ആണ്, അല്ലെങ്കിൽ ഹെറ്ററോളിസിസ് ആണ്, അല്ലെങ്കിൽ ഹെറ്ററോലിറ്റിക് ക്ലീവേജ് ആണ്. രണ്ടും നമ്മൾ പഠിച്ചിരിക്കണം. എന്താണ് ഹോമോലിറ്റിക് ഫിഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ ഹെറ്ററോലിറ്റിക് ഫിഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറയാം, നോക്കടാ. ഫസ്റ്റ് ഹോമോലിറ്റിക് ക്ലീവേജിലേക്കാ പോകുന്നത്, ഹോമോലിറ്റിക് ഫിഷനിലേക്കാ പോകുന്നത്, ഹോമോലിറ്റിക് ബ്രേക്കേജിലേക്കാ പോകുന്നത്. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഞാൻ പറയാം, നോക്കിക്കോ. ബേസിക്കലി മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2 ആറ്റങ്ങൾ ഞാൻ എടുക്കുകയാണ്. ഒന്ന് എ ആണ്, 2 ബി ആണ്. ഓക്കെ, ഏതെങ്കിലും മോളിക്യൂളാന്ന് വിചാരിച്ചോ. അതിനിടയ്ക്ക് ഒരു കൊവാലന്റ് ബോണ്ട് നിങ്ങൾ കാണുന്നില്ലേ? ആ കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ലൈറ്റോ ഹീറ്റോ വേണ്ടി വരും. എനർജി കൊടുക്കാതെ കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഒരു എനർജി കൊടുത്തിട്ട് നമ്മൾ ഈ കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താടാ ഒരു കൊവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ലൈന് വരച്ചാൽ, ഒരു കൊവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞൊരു ലൈന് വരച്ചാൽ അത് 2 ഇലക്ട്രോണുകളല്ലേ, മ്യൂച്വലി ഷെയർ ചെയ്യപ്പെട്ട ഒരു പെയർ ഇലക്ട്രോണുകളെയല്ലേ നമ്മൾ കൊവാലന്റ് ബോണ്ട് എന്ന് പറയാ. അപ്പൊ ആക്ച്വലി ഈ ബോണ്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. ഇനി മക്കളെ ഒന്ന് ശ്രദ്ധിച്ചോ. അപ്പൊ ഹോമോളിസിസ് വഴി, ഹോമോലിറ്റിക് ക്ലീവേജ് വഴി ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോണിനെ ബി എടുക്കും, ഒരു ഇലക്ട്രോണിനെ എ എടുക്കും. അപ്പൊ എന്താണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക? എ എന്ന് പറയുന്ന ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ കിട്ടി, ബി എന്ന് പറയുന്ന ആറ്റത്തിനും ഒരു ഇലക്ട്രോൺ കിട്ടി. അതായത് ഓരോരുത്തരും ഷെയർ ചെയ്ത ഇലക്ട്രോൺ ഓരോരുത്തരും തിരിച്ചെടുത്തു, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. മക്കളെ, ഈ ഒരു സ്ട്രക്ചർ ഇല്ലേ, അതായത് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഇലക്ട്രോൺ എടുത്തു നിൽക്കുന്ന ആ സ്ട്രക്ചർ ഇല്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫ്രീ റാഡിക്കിൾ എന്നാണ്. മക്കളെ, ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്തോ. ഒരു കൊവാലന്റ് ബോണ്ട് ഹോമോളിസിസ് വഴി ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കിൾസ് ആണ്. ഫ്രീ റാഡിക്കിൾസ് ആണ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഹോമോളിസിസിന്റെ പ്രോഡക്റ്റ് എന്താന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് ഫ്രീ റാഡിക്കിളുകളാണ്. ഏത് റാഡിക്കിളാ മക്കളെ? ഫ്രീ റാഡിക്കിളുകളാണ്. ഇനി മക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നോട്ട് ചെയ്തോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീ റാഡിക്കിളിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രീ റാഡിക്കിൾ ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഫ്രീ റാഡിക്കിൾ ഹൈലി എന്താണ്? അൺസ്റ്റേബിൾ ആണ്. അതേപോലെ തന്നെ അയാൾ ഹൈലി എന്തുമാണ്? റിയാക്റ്റീവുമാണ്. ഫ്രീ റാഡിക്കൽ ഹൈലി അൺസ്റ്റേബിൾ ആണ്, ഹൈലി റിയാക്റ്റീവ് ആണ്. ഇനി മക്കളെ, അവരുടെ സ്റ്റെബിലിറ്റി ഓർഡർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ സ്റ്റെബിലിറ്റി ഓർഡർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? പ്രൈമറിയേക്കാളും സ്റ്റെബിലിറ്റി സെക്കൻഡറി ഫ്രീ റാഡിക്കിളിനുണ്ട്. അതിനേക്കാളും സ്റ്റെബിലിറ്റി ടോർഷറി ഫ്രീ റാഡിക്കിളിനുണ്ട്. മറന്നു കളയ
കളയരുത് മക്കളെ. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത് ഒരു വൈഡ് ഏരിയ ആണ് കേട്ടോ. എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബോർഡ് എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ്. നീറ്റിനും ജെഇക്കൊക്കെ ഉള്ള കാര്യങ്ങൾ ആ ചാനലുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇത് പ്യുവർലി ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. നോക്കടാ, അപ്പോൾ എങ്ങനെയാ ഫ്രീ റാഡിക്കൽ കിട്ടിയത്? ഒരു കോവാലന്റ് ബോണ്ട് ഹോമോളിസിസ് വഴി ബ്രേക്ക് ചെയ്യുമ്പോൾ. എന്താ ഹോമോളിസിസ്? ഓരോ ആറ്റങ്ങളും ഓരോ ഇലക്ട്രോൺ വീതം എടുക്കുന്ന ബ്രേക്കിംഗ് ആണ്. ഫ്രീ റാഡിക്കൽ ആണ് പ്രൊഡക്റ്റ്. അവർ അൺസ്റ്റേബിൾ ആണ്, റിയാക്റ്റീവ് ആണ്. സ്റ്റെബിലിറ്റി ഓർഡർ ടെർഷറിക്കാണ് ഏറ്റവും സ്റ്റെബിലിറ്റി, പിന്നെ സെക്കൻഡറി ആണ്, പിന്നെ പ്രൈമറി ആണ്. ഇനി മക്കളെ വേണമെങ്കിൽ ഒരു കാര്യം കൂടെ എഴുതി വെക്കാം. എന്താണെന്നറിയോ? മീത്തൈൽ ഫ്രീ റാഡിക്കൽ. ഓക്കെ, അതിനേക്കാളും സ്റ്റേബിൾ ആണ് ഈത്തൈൽ CH3CH2 ഫ്രീ റാഡിക്കൽ. ഈത്തൈൽ എന്ന് പറഞ്ഞാൽ പ്രൈമറി ആണ്. അതിനേക്കാൾ സ്റ്റേബിൾ ആണ് സെക്കൻഡറിയുടെ എക്സാമ്പിൾ നോക്കൂ. CH3 ട്വൈസ് CH റാഡിക്കൽ. അതിനേക്കാൾ സ്റ്റേബിൾ ആണ് ടെർഷറി CH3 ത്രൈസ് C റാഡിക്കൽ. Got it? This is very, very important. പ്രൈമറിയേക്കാൾ സ്റ്റെബിലിറ്റി സെക്കൻഡറിക്ക് ഉണ്ട്, സെക്കൻഡറിയേക്കാൾ കൂടുതൽ ആർക്കുണ്ട്? ടെർഷറിക്ക്. അപ്പോൾ ഹോമോലിറ്റിക് ഫിഷനെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? വിട്ടുകളയരുത്, മറന്നു പോകരുത്. അപ്പൊ ഹെറ്ററോളിസിസ് എന്താ എന്നല്ലേ നിങ്ങൾ ചോദിക്കാൻ വന്നത്? ഞാൻ പറഞ്ഞവരോടാ, ഹെറ്ററോളിസിസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ആണ്. എങ്ങനെയാണ് നോക്കിക്കോ. നിങ്ങൾ ഒരു എക്സാമ്പിൾ എഴുതാം. ഞാനിപ്പോൾ CH3 എന്ന് എഴുതി. CH3Br ഇങ്ങനെയാ ഒരു മോളിക്കൂളാ. ബ്രോമോമീത്തൈൻ. ഇവർക്കിടയിൽ നിങ്ങൾ ഈ ഒരു കൊവാലന്റ് ബോണ്ട് കാണുന്നുണ്ടോ? ആ കൊവാലന്റ് ബോണ്ട് ഹെറ്ററോളിസിസ് വഴി ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ? ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഒരു ബ്രോമിൻ ഉണ്ട്. ആരാണോ മോർ ഇലക്ട്രോ നെഗറ്റീവ് അയാൾ 2 ഇലക്ട്രോണിനെയും പിടിച്ചു കൊണ്ടുപോകും. നേരത്തെ അവർ മാന്യമായിട്ട് ഓരോ ആളുകളും ഓരോരുത്തരുടെ ഇലക്ട്രോൺ എടുത്തിട്ടാണ് അത് ബ്രേക്ക് ആയത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ആരാണോ മോർ ഇലക്ട്രോ നെഗറ്റീവ് അയാൾ 2 ഇലക്ട്രോണിനെയും പിടിച്ചു കൊണ്ടുപോകും. അപ്പൊ എന്താണ് സംഭവിക്കുക? ഞാൻ പറയേണ്ട കാര്യമില്ല. ബ്രോമിന് എന്ത് ചാർജ് കിട്ടും? മൈനസ് ചാർജ് കിട്ടും. കാരണം അയാള് 2 ഇലക്ട്രോണിനെയും കൊണ്ടുപോയി. എന്നാൽ CH3ക്ക് എന്താണ് കിട്ടുക? CH3ക്ക് ഒരു പോസിറ്റീവ് ചാർജാ കിട്ടുക. കാരണം കാർബണിന്റെ ഇലക്ട്രോണിനെയും കൂടെ ആരാ കൊണ്ടുപോയത്? ബ്രോമിനല്ലേ കൊണ്ടുപോയത്. അപ്പൊ അവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഐഡിയ കിട്ടുന്നുണ്ടോ മക്കളെ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് 2 ഇലക്ട്രോണിനെയും ഒരാറ്റമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ ബ്രേക്കിങ്ങിനെയാണ്, ആ ക്ലീവേജിനെയാണ് ഹെറ്ററോളിറ്റിക് ക്ലീവേജ് എന്ന് വിളിക്കുക, ഹെറ്ററോളിസിസ് എന്ന് വിളിക്കുക. മറന്നു കളയരുത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണത്. Got it? Yes. ഇനി മക്കളെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? അയോണുകളാണ് കിട്ടിയത്. മറന്നു കളയരുത്. അപ്പൊ ഹോമോളിസിന്റെ പ്രോഡക്റ്റ് ഫ്രീ റാഡിക്കൽ ആയിരുന്നെങ്കിൽ ഹെറ്ററോളിസിന്റെ പ്രോഡക്റ്റ് അയോണുകളാണ്. പോസിറ്റീവ് ചാർജുള്ള കാറ്റയോൺ ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ആനയോൺ ഉണ്ട്. കാറ്റയോൺ ആവട്ടെ ആനയോൺ ആവട്ടെ, രണ്ടുപേരും അയോണുകളാണ്. ഇനി മക്കളെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താ? കാർബണിന്റെ കൂടെയല്ലേ പോസിറ്റീവ് ചാർജ് എങ്കിൽ അവരെ നിങ്ങൾക്ക് കാർബോ കാറ്റയോൺ എന്ന് വിളിക്കാം. കാർബോ കാറ്റയോൺ എന്ന് വിളിക്കാം. എന്താ വിളിക്കേണ്ടത്? കാർബോ കാറ്റയോൺ. എടാ, ആ കാർബോ കാറ്റയോണിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഫ്രീ റാഡിക്കലിനെ കുറിച്ച് പറഞ്ഞ പോലെ അവരെന്താണ്? ഹൈലി റിയാക്റ്റീവ് തന്നെയാണ്. ഹൈലി റിയാക്റ്റീവ് ആണ്. അതേപോലെ ഹൈലി അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ആണ് എന്ന് മാത്രമല്ല റിയാക്റ്റീവുമാണ്. ഇനിയോ അൺസ്റ്റേബിളുമാണ്, റിയാക്റ്റീവുമാണ്. എന്നാൽ സ്റ്റെബിലിറ്റി ഓർഡർ നോക്കിയാലോ? എടാ, സ്റ്റെബിലിറ്റി ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താ? പ്രൈമറിയേക്കാൾ കൂടുതൽ സ്റ്റെബിലിറ്റി സെക്കൻഡറിക്കാണ്. അതിനേക്കാൾ സ്റ്റെബിലിറ്റി ആർക്കാണ്? ടെർഷറിക്കാണ്. വേണമെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ ഇതേ സാധനം എഴുതാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ ഡോട്ടില്ലേ, ആ ഒരു ഇലക്ട്രോൺ ഇല്ലേ, അവിടെ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ അത് കാർബോ കാറ്റയോണായി. അപ്പൊ മീത്തൈൽ കാർബോ കാറ്റയോണിനേക്കാൾ സ്റ്റെബിലിറ്റി വേണമെങ്കിൽ ഞാനൊന്ന് എഴുതാം.
വേണമെങ്കിൽ ഞാനൊന്ന് എഴുതാം. മീത്തൈൽ കാർബോകാറ്റയോണിനേക്കാൾ സ്റ്റെബിലിറ്റി ഈത്തൈൽ കാർബോകാറ്റയോണിനാണ് ഉണ്ടാവുക. അതിനേക്കാൾ സ്റ്റെബിലിറ്റി സെക്കൻഡറി കാർബോകാറ്റയോണിനാണ് ഉണ്ടാവുക. അതിനേക്കാൾ സ്റ്റെബിലിറ്റി ടെർഷ്യറി കാർബോകാറ്റയോണിനാണ് ഉണ്ടാവുക. ഓക്കെ, ഈ ഓർഡർ ഒക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാകട്ടോ മക്കളെ. അപ്പോൾ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ പറഞ്ഞത് ഈ കാർബണിന് പോസിറ്റീവ് കിട്ടുമ്പോഴല്ലേ അത് കാർബോകാറ്റയോൺ ആയിട്ട് മാറുക. ഇനി ഈ കാർബണിനേക്കാൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവുള്ള ഒരാളാണ് ഇവിടെ വരുന്നതെങ്കിലോ ഈ ഇലക്ട്രോണിനെ കാർബൺ അല്ലേ എടുക്കുക. അപ്പൊ കാർബൺ അല്ലേ നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ അതിനെന്താണ് വിളിക്കുക? കാർബാനയോൺ എന്നാ വിളിക്കുക. അപ്പൊ കാർബോകാറ്റയോൺ തന്നെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അതിന് നെഗറ്റീവ് ചാർജ് വന്നാൽ അത് കാർബാനയോൺ ആണ്. എടാ, കാർബാനയോണിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. കാർബാനയോൺ അൺസ്റ്റേബിൾ ആണോ? തീർച്ചയായും അതും അൺസ്റ്റേബിൾ ആണ്. അതേപോലെ തന്നെ റിയാക്റ്റീവ് ആണ്. മറന്നു കളയരുത്, ഇതും അൺസ്റ്റേബിൾ ആണ്, ഇതും എന്താടാ? റിയാക്റ്റീവ് ആണ്. ഇനി സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഒന്ന് ശ്രദ്ധിക്കുക. കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി ഓർഡറും ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി ഓർഡറും ഒരേപോലെയാ. ടെർഷ്യറി ആണ് ഏറ്റവും കൂടുതൽ, ദെൻ സെക്കൻഡറി ആണ്, ദെൻ പ്രൈമറിയാ. എന്നാൽ കാർബാനയോൺ നേരെ ഓപ്പോസിറ്റാ. മക്കളെ മറന്നു കളയരുതേ, നേരെ ഓപ്പോസിറ്റ് ആണ്. സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എടുക്കുന്ന സമയത്ത് ആരാ മോർ സ്റ്റേബിള്? ടെർഷ്യറി അല്ല മോർ സ്റ്റേബിള്. ടെർഷ്യറിയേക്കാൾ മോർ സ്റ്റേബിള് സെക്കൻഡറി ആണ്, അതിനേക്കാൾ മോർ സ്റ്റേബിള് പ്രൈമറി ആണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അപ്പൊ ഇവിടെയുള്ള പ്ലസ് ഇല്ലേടാ, ആ പ്ലസ് മൈനസ് ആക്കിയാൽ അത് കാർബാനയോണായി. അപ്പൊ നോക്ക്, CH3 ത്രൈസ് അത് എഴുതേണ്ട കാര്യമില്ല. അതായത് ഈ പ്ലസ് ഉള്ളത് മൈനസ് ആയാൽ എന്തായി? അത് കാർബാനയോണായി. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ടെർഷ്യറിയാണ് മോർ സ്റ്റേബിൾ എങ്കിൽ ഇവിടെ പ്രൈമറിയാണ് മോർ സ്റ്റേബിള്. അതാണ് വ്യത്യാസം. അപ്പോൾ എന്താണ് ഹോമോളിസിസ്, എന്താണ് ഹെറ്ററോളിസിസ് അറിയണം. ബേസിക്കലി പറഞ്ഞാൽ ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ രണ്ട് ആറ്റങ്ങളും ഓരോ ഇലക്ട്രോണിനെ വീതം എടുത്ത് ബ്രേക്ക് ചെയ്യുന്നത് ഹോമോളിസിസ്. അതിൻ്റെ പ്രോഡക്റ്റ് ഫ്രീ റാഡിക്കലാണ്. എന്നാൽ രണ്ട് ഇലക്ട്രോണിനെയും ഒരാറ്റം എടുത്തിട്ടാണ് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ അത് ഹെറ്ററോളിസിസ് ആണ്. ഹെറ്ററോളിസിസിന്റെ പ്രൊഡക്റ്റ് കാറ്റയോണും ആനയോണുകളുമാണ്, അഥവാ ബേസിക്കലി അയോണുകളാണ്. അയോൺസ് ഫോം ചെയ്യുമ്പോൾ കാർബോകാറ്റയോണും കാർബാനയോണും ഫോം ചെയ്യും. അവരുടെ സ്റ്റെബിലിറ്റി ഓർഡർ ഒരേപോലെ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഫ്രീ റാഡിക്കലും കാർബോകാറ്റയോണിലും മോസ്റ്റ് സ്റ്റേബിൾ ടെർഷ്യറി ആണ്. എന്നാൽ കാർബാനയോണിലും മോസ്റ്റ് സ്റ്റേബിൾ ആരാ? പ്രൈമറി കാർബാനയോൺ ആണ്. മറന്നു കളയരുത്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഞാൻ ഇവിടെ എഴുതുന്നത് നിങ്ങൾ എഴുതിയെടുത്തേ പറ്റൂ മക്കളെ. വെറുതെ കണ്ടിരിക്കുന്ന പരിപാടിയല്ല ഇത്, കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന പരിപാടിയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം. അത് ബോർഡ് എക്സാമിന് ആവശ്യമാണ്. ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ബോർഡ് എക്സാമിലേക്ക് ചുരുക്കുന്ന സമയത്ത് ഇത്രയും നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. Got it? Yes. ഇനി നോക്കടാ ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് കാർബോകാറ്റയോൺ. കാർബോകാറ്റയോണിനെയാണ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. എന്തിൻ്റെ ഓർഡറിൽ? സ്റ്റെബിലിറ്റി കൂടി വരുന്ന ഓർഡറിൽ. അപ്പോൾ ആരാ ഏറ്റവും കുറവ് സ്റ്റെബിലിറ്റി ഉള്ളത്? മീത്തൈൽ കാർബോകാറ്റയോൺ. പിന്നെ ആരാടാ? ഈത്തൈൽ കാർബോകാറ്റയോൺ. പിന്നെ ആരാടാ? സെക്കൻഡറി കാർബോകാറ്റയോൺ. പിന്നെ ആരാ? ടെർഷ്യറി കാർബോകാറ്റയോൺ. ഓർഡർ അറിയണം. ഇനി ഒരു പോയിന്റ് ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ. കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റിയെ എഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് ചോദിച്ചത്. അതിലൊന്ന് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. എന്താ മക്കളെ? അത് നമ്മൾ ഈ പാർട്ടിൽ തന്നെ പഠിക്കാൻ പോകുന്ന കാര്യമാണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ആണ്. ഏതാണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്? കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റിയെ എഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ചോദിച്ചാൽ ധൈര്യമായിട്ട് മക്കളെ നിങ്ങൾക്ക് പറയാം. ഒന്ന് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്, രണ്ട് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റാ. സർ എന്താ ഇത് എന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഒരു പ്രശ്നവും ഇല്ലടാ, ഇത് കഴിഞ്ഞാൽ ഞാൻ അതിലേക്കാ പോകുന്നത്. ഡോണ്ട് വറി. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ഈ പാർട്ടിൽ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അടുത്ത നോക്ക്, ഡിഫൈൻ ഹോമോലിറ്റിക് ബോണ്ട് ഫിഷൻ. ഹോമോലിറ്റിക് ബോണ്ട് ഫിഷനും ഹെഡ്രോലിറ്റിക് ബോണ്ട് ഫിഷനും മക്കൾക്ക് അറിയുന്നതാണ്. ഡിഫറൻഷിയേറ്റ് ഹോമോലിറ്റിക് ക്ലീവേജ് ഫ്രം ഹെഡ്രോലിറ്റിക് ക്ലീവേജ് അറിയുന്നതാണ്. ഓക്കെ, ഇനി മക്കളെ നോക്ക്,
രണ്ട് ടേമുകൾ ഒന്ന് പഠിച്ചു എന്ന് ഉറപ്പാക്കണം. ഏതാ രണ്ട് ടേം? ഒന്ന് ന്യൂക്ലിയോഫൈൽ എന്താ, രണ്ട് ഇലക്ട്രോഫൈൽ എന്താ. മതിയോ? പോരാ, അതിൻ്റെ എക്സാമ്പിളും അറിയണം. രണ്ടും പഠിപ്പിച്ചു തരാം. ബോർഡ് എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. നോക്ക്, ന്യൂക്ലിയോഫൈൽ, ആദ്യത്തത് ന്യൂക്ലിയോഫൈലാണ്, രണ്ടാമത്തത് ഇലക്ട്രോഫൈലാണ്. മക്കളെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ബോർഡ് എക്സാമിന് ആവശ്യമുള്ളതേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. എന്താ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ? ആദ്യം തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് ആണ്, ന്യൂക്ലിയസ് അട്രാക്റ്റിംഗ് സ്പീഷീസ് ആണ്. ആരാ ന്യൂക്ലിയോഫൈൽ? ദാറ്റ് ഇസ് ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് ആണ്. ആരാടാ? ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് ആണ്. അപ്പൊ ഇലക്ട്രോഫൈൽ ആരായിരിക്കും? പറയേണ്ട കാര്യമുണ്ടോ? അത് ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ്. ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ് ഇലക്ട്രോഫൈല്, ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് ആണ് ന്യൂക്ലിയോഫൈല്. ഇനി മക്കളെ അടുത്ത പോയിന്റ് വളരെ പ്രധാനമാണ്, അത് പറയേണ്ട കാര്യമില്ല, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂക്ലിയോഫൈൽ എന്താ ചെയ്യാം? ന്യൂക്ലിയസിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ അയാൾ ഇലക്ട്രോണുമായിട്ട് വരണം, അല്ലേ? അപ്പൊ ഇയാൾ ഇലക്ട്രോൺ ബ്രിങ്ങിങ് സ്പീഷീസ് ആണ്. ഇലക്ട്രോണിനെ കൊണ്ടുവരുന്ന ആളാണ്. എന്നാൽ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ കൊണ്ടുപോകുന്ന ആളാണ്, ഇലക്ട്രോൺ ടേക്ക് അവേ ചെയ്യുന്ന ആളാണ്. ഇലക്ട്രോൺ ടേക്ക് അവേ സ്പീഷീസ് ആണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ്, ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് എന്ന് പഠിച്ചാൽ തന്നെ അതിൻ്റെ ഒരു മാർക്ക് കിട്ടും. ഇനി മക്കളെ ഒരു കാര്യം, അതിൻ്റെ എക്സാമ്പിൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ നെഗറ്റീവ് ചാർജുള്ള സ്പീഷീസുകളും എന്താണ്? ന്യൂക്ലിയോഫൈലുകളാണ്. എന്ന് പറഞ്ഞാൽ ഓൾ ആനയോൺസ് എക്സാമ്പിളിലേക്ക് വരുമ്പോൾ എല്ലാ ആനയോണുകളും എന്താണ്? ന്യൂക്ലിയോഫൈലുകൾ. ആരാ ആനയോണ്? നെഗറ്റീവ് ചാർജുള്ള ആളുകൾ. നെഗറ്റീവ് ചാർജുള്ള ആളുകൾക്ക് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസുമായിട്ട് അട്രാക്ഷൻ ഉണ്ടാവുമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. എല്ലാ ആനയോൺസും ന്യൂക്ലിയോഫൈലുകളാണ്. അതേപോലെ ഇവിടെ നമ്മൾ എക്സാമ്പിളിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ കാറ്റയോൺസും എന്താണ്? ഇലക്ട്രോഫൈലുകളാണ്. കഴിഞ്ഞോ? ഇല്ല. ഇനി ഇവിടെ ഒരു ആളെയും കൂടെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ചില ന്യൂട്രൽ മോളിക്യൂളുകളുണ്ട്. എങ്ങനെയുള്ള ന്യൂട്രൽ മോളിക്യൂള്? ലോൺ പെയർ ഉള്ള ന്യൂട്രൽ മോളിക്യൂള്, ലൈക്ക് H2O, ഇവിടെ 2 ലോൺ പെയർ ഉണ്ട്. അതേപോലെ NH3 ഒരു ലോൺ പെയർ ഉണ്ട്. ലോൺ പെയർ ഉള്ള ന്യൂട്രൽ മോളിക്യൂളുകൾ ന്യൂക്ലിയോഫൈലുകളാണ്. അതേസമയം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയ ന്യൂട്രൽ മോളിക്യൂൾസ് ലൈക്ക് BF3, AlCl3 അവർ ന്യൂട്രലാ, പക്ഷേ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റാ. അവരൊക്കെ എന്താടാ? ഇലക്ട്രോഫൈലുകളാണ്. അപ്പോൾ ബേസിക്കലി ഇതേ അറിയേണ്ടതുള്ളൂ. ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് ന്യൂക്ലിയോഫൈലാണ്, എല്ലാ ആനയോണും ന്യൂക്ലിയോഫൈലുകളാണ്, ലോൺ പെയറുള്ള ന്യൂട്രൽ മോളിക്യൂൾസും ന്യൂക്ലിയോഫൈലുകളാണ്. ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ഇലക്ട്രോഫൈലുകളാണ്, എല്ലാ കാറ്റയോണുകളും ഇലക്ട്രോഫൈലുകളാണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ന്യൂട്രൽ മോളിക്യൂൾസ് ഇലക്ട്രോഫൈലുകളാണ്. Got it? That is the idea. Question നോക്ക്, എന്താണ്? Reagents which attack organic compounds may be classified as electrophile, nucleophile, free radical. Okay, ചോദ്യം എന്താ? Explain the nucleophiles and electrophiles with a suitable example. ഇലക്ട്രോഫൈലും ന്യൂക്ലിയോഫൈലും with a suitable example explain ചെയ്യാനാ ചോദ്യം. അടുത്തത്, name the type of fission of covalent bond which gives free radical. Free radical തരുന്ന ഫിഷൻ ഏതാന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ല, അത് ഹോമോലിറ്റിക് ഫിഷൻ ആണ്. What do you mean by the following? Homolytic fission, heterolytic ഫിഷൻ, ന്യൂക്ലിയോഫൈൽ, ഇലക്ട്രോഫൈൽ. ഏത് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. 4 മാർക്കിന്റെ ചോദ്യമാണ്, കഴിയാതിരിക്കാൻ പാടില്ല. അപ്പൊ മക്കളെ ഇലക്ട്രോഫൈല്, ന്യൂക്ലിയോഫൈല് അറിയാം, അതേപോലെ ഹോമോലിറ്റിക് ഫിഷന്, ഹെട്രോലിറ്റിക് ഫിഷൻ അറിയാം. ഓക്കെ അല്ലടാ? നന്നായിട്ട് പഠിക്കുക കേട്ടോ, ഇത് പഠിച്ചേ പറ്റൂ, അതുകൊണ്ടാണ് പറയുന്നത്. ഗോട്ട് ഇറ്റ്? യെസ് മക്കളെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആണ്. കോവാലന്റ് ബോണ്ടിൽ നടക്കുന്ന ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റും കൂടെ ഈ പാർട്ടിൽ തന്നെ ഡിസ്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. 4 ടൈപ്പ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റുകൾ ഉണ്ട്. മക്കൾ ഓർക്കുന്നുണ്ടാവും, ഏതൊക്കെയാണ് അത്? 1 ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്, 2 റെസൊണൻസ് എഫക്റ്റ് ഓർ മെസോമറിക് എഫക്റ്റ് ആണ്, ദെൻ ഇലക്ട്രോമറിക് എഫക്റ്റ് ആണ്,
ഫൈനലി ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റാണ്. ഈ 4 എഫക്റ്റും എന്താണ് എന്ന ഒരു ബേസിക് ഐഡിയ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന മുഴുവൻ കുട്ടികൾക്കും അറിയേണ്ടതുണ്ട്. നിങ്ങൾ എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ നീറ്റ് ചാനലിൽ ചെയ്യും. പക്ഷേ ബോർഡ് എക്സാമിലേക്ക് എൻട്രി ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ ഒരു ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ഓരോന്നും നോക്കാം. ആദ്യം തന്നെ ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഞാനൊരു എക്സാമ്പിളിലൂടെ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കടാം. ഞാൻ ഒരു ക്ലോറോബ്യൂട്ടൈൻ എടുക്കുകയാണെന്ന് വിചാരിക്കും. ക്ലോറോബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ എന്താ? 4 കാർബൺ ആറ്റം പ്ലസ് എന്താണ് ഒരു ക്ലോറിൻ. നോക്കൂ നിങ്ങൾ, അതിൻ്റെ കാർബണിനെ മാത്രം ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. നോക്കൂ, 1 2 3 4, പിന്നെ ഒരു ക്ലോറിനുണ്ട്. ഇതിൻ്റെ കൂടെ 3 ഹൈഡ്രജനും ഈ 3 കാർബണിൻ്റെയും കൂടെ 2 ഹൈഡ്രജനും ഉണ്ട്. ഞാനിപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആ മെയിൻ സ്കെൽറ്റൻ മാത്രമേ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ബോണ്ട് ഒന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യും. ഈ ബോണ്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ കാർബൺ ആണുള്ളത്, ഒരു സൈഡിൽ ക്ലോറിൻ ആണുള്ളത്. ആരാ മോർ ഇലക്ട്രോ നെഗറ്റീവ്? ഒരു സംശയവും ഇല്ല, ക്ലോറിൻ ആ മോർ ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ എന്താ ചെയ്യുക? ഈ ബോണ്ടിലുള്ള ഒരു പെയർ ഇലക്ട്രോണിനെ ക്ലോറിൻ കൂടുതൽ പിടിച്ചു വലിക്കും. അപ്പോൾ ഇവരുടെ മിഡിൽ നിൽക്കേണ്ട ഇലക്ട്രോൺ പെയർ സ്വാഭാവികമായും ഈ ക്ലോറിൻ്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കില്ലേ? നീങ്ങി നിൽക്കും. അപ്പോൾ ഈ ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും, ഈ കാർബണിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടും. ഇനി മക്കളെ, നിങ്ങൾ ഈ 2 കാർബണിൻ്റെ ഇടയിലുള്ള ബോണ്ട് നോക്കൂ. അത് നോർമലി മിഡിൽ നിൽക്കേണ്ടതാ. പക്ഷേ ഈ കാർബണിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് അയാൾ അങ്ങോട്ടേക്ക് വലിക്കും. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺ പെയർ ആ കാർബണിൻ്റെ അടുത്തേക്ക് പോവും. ഓൾറെഡി ഇവിടെ ഒരു ഡെൽറ്റ പ്ലസ് വന്നതുകൊണ്ട് ഇവിടെ ഡെൽറ്റ പ്ലസ് എന്ന് കൊടുക്കുക. അതേ റീസൺ കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇലക്ട്രോൺ പെയർ പോവും, അവിടെ ഡെൽറ്റ പ്ലസ് എന്ന് കൊടുക്കും. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള ഒരു ആറ്റം വന്നു. അതേതാ? ക്ലോറിൻ. ആ ആറ്റം വന്നതുകൊണ്ട് അതിൻ്റെ ഇൻഫ്ലുവൻസിൽ എന്താ സംഭവിച്ചത്? ഈ കാർബൺ സിംഗിൾ ബോണ്ടിലൂടെ അല്ലെങ്കിൽ സിഗ്മ ബോണ്ടിലൂടെ ഇലക്ട്രോൺസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു. അതല്ലേ സംഭവിച്ചത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള ഒരു ആറ്റം കാരണമായി ഈ മോളിക്യൂളിനകത്തുള്ള സിഗ്മ ബോണ്ടിലൂടെ അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടിലൂടെ ഇലക്ട്രോൺസിൻ്റെ ഒരു മൂവ്മെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നല്ലേ? നടന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. എന്ത് എഫക്റ്റാണ്? ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ പ്രത്യേകത മാക്സിമം ഒരു 3 കാർബൺ വരെ ആരുണ്ടാവുള്ളൂ? ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഇൻഡക്റ്റീവ് എഫക്റ്റ് സിംഗിൾ ബോണ്ടിലൂടെ നടക്കുന്ന ഇലക്ട്രോണുകളുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സിംഗിൾ ബോണ്ടിലൂടെയാണ് ഇലക്ട്രോൺസ് ഡിസ്പ്ലേസ് ചെയ്യുക. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള ഒരു ആറ്റത്തിൻ്റെ ഇൻഫ്ലുവൻസിലാണ് അത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മാക്സിമം 3 കാർബൺ ആറ്റം വരെയാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവുക. ഓക്കെ, അത് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാടാ? ഒന്ന് പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്, അഥവാ പ്ലസ് ഐ എഫക്റ്റ് ആണ്. ഒന്ന് പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് അഥവാ പ്ലസ് ഐ എഫക്റ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തത് എന്തായിരിക്കും? മൈനസ് ഐ എഫക്റ്റ് ആണ് അഥവാ നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് അഥവാ മൈനസ് ഐ എഫക്റ്റ് ആണ് രണ്ടാമത്തത് എന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഗോട്ട് ഇറ്റ്? ഒന്ന് പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, 2 നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. എന്താണ് നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ക്ലോറിൻ ചെയ്ത പരിപാടിയാണ്. എന്താ ക്ലോറിൻ ചെയ്തത്? ഇവിടെയുള്ള ഇലക്ട്രോണിനെ ക്ലോറിൻ അയാളടുത്തേക്ക് പിടിച്ചു വലിക്കല്ലേ ചെയ്തത്. അഥവാ മൈനസ് ഐ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് എഫക്റ്റാണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ആണ്. എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ്. ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ആണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് എന്താ? ക്ലോറിൻ ചെയ്തത് ഇലക്ട്രോൺ പെയറിനെ അതിൻ്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഇലക്ട്രോൺ പെയറിനെ അങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്യുക. ഡൊണേറ്റ് ചെയ്യുന്ന എഫക്റ്റ് ആണ് പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. എന്നാൽ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്ന എഫക്റ്റ് ആണ് നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. അപ്പോൾ പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ആണ്. എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ആണ്.
അറിഞ്ഞിരിക്കുക. ഇനി ആരാണ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുക? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളുടെ എക്സാമ്പിൾ നോക്കുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പുകൾ, ഓൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ്, അതായത് മീത്തൈൽ ഗ്രൂപ്പ്, ഈത്തൈൽ ഗ്രൂപ്പ്, പ്രൊപ്പൈൽ ഗ്രൂപ്പ്, അവരൊക്കെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ്. അവർ പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് കാണിക്കുക. അല്ല മക്കളെ, ഇത് നെഗറ്റീവ് ആയതുകൊണ്ടല്ലേ ഇവിടെ ഡെൽറ്റ പ്ലസ്, ഡെൽറ്റ ഡെൽറ്റ പ്ലസ്, ഡെൽറ്റ 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 പ്ലസ് ഒക്കെ വന്നത്? അപ്പൊ ഇവിടെ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ഒരാളാണുള്ളതെങ്കിലോ ഡെൽറ്റ മൈനസ്, ഡെൽറ്റ ഡെൽറ്റ മൈനസ്, ഡെൽറ്റ 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 മൈനസ്, അങ്ങനെ വരാം. നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇലക്ട്രോണിനെ അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യുന്ന എഫക്റ്റ് പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. ആൽക്കൈൽ ഗ്രൂപ്പുകളൊക്കെ അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്ന എഫക്റ്റ് ആണ് നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. അതിൻ്റെ എക്സാമ്പിൾ പറയേണ്ടതില്ലല്ലോ. എന്താണ് ആ എക്സാമ്പിൾ? അവിടെയുള്ള ഹാലോജൻ എക്സാമ്പിളാണ്, ഹാലോജൻ എക്സാമ്പിളാണ്. അതേപോലെ തന്നെ ആസിഡ് എക്സാമ്പിളാണ്, അതേപോലെ ആൽഡിഹൈഡ് എക്സാമ്പിളാണ്, NO2 എക്സാമ്പിൾ. പൊതുവെ എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പുകളും എന്താടാ? നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കുന്ന ആളുകളാണ്. നമ്മൾ ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ പഠിച്ചിട്ടില്ലേ? അവരൊക്കെ പൊതുവെ എന്താടാ കാണിക്കുക? നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റാണ് കാണിക്കുക. എന്നാൽ ആൽക്കൈൽ ഗ്രൂപ്പുകളാണ് പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ഡിഫറൻസ് ഉള്ള ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഇത് ഉണ്ടാവുക. സിഗ്മ ബോണ്ടിലൂടെയാണ് ഇലക്ട്രോൺസിന് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. മാക്സിമം 3 കാർബൺ ആറ്റം വരെയാണ് ഉണ്ടാവുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 2 ടൈപ്പാണുള്ളത്. അത് ഡൊണേറ്റിംഗ് ഉണ്ട്, വിഡ്രോയിങ് ഉണ്ട്. ഡൊണേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, വിഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. അല്ല, ഇയാളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയത് കൊണ്ടല്ലേ അങ്ങോട്ടേക്ക് പോയത്? കുറച്ച് കഴിഞ്ഞാൽ അയാളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയോ? ഇല്ല. അപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒരു പെർമനൻ്റ് എഫക്റ്റ് ആണെന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ത് എഫക്റ്റ് ആടാ? അതൊരു പെർമനൻ്റ് എഫക്റ്റ് ആണ് എന്നുള്ള കാര്യം മക്കൾ മറക്കാതിരിക്കുക. ദിസ് ഈസ് അബൌട്ട് ഇൻഡക്റ്റീവ് എഫക്റ്റ്. എന്താണെന്ന് പറഞ്ഞു? 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ഗോട്ട് ഇറ്റ്? കൃത്യമായിട്ട് നോട്ട് ചെയ്യണേ ഇത്. അടുത്തത് റെസൊണൻസ് എഫക്റ്റ്. റെസൊണൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് 2 പൈ ബോണ്ടുകൾക്കിടയിൽ എങ്ങനെ 2 പൈ ബോൺസിനിടയിൽ 2 പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ അൾട്ടർനേറ്റ് ആയിട്ടുള്ള 2 പൈ ബോൺസ്. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. പിന്നെ അതിൻ്റെ മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, റെസൊണൻസ് എഫക്റ്റ് കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലാണ് നടക്കുക. കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താടാ? സിംഗിള്, ഡബിള് അങ്ങനെ അൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന സിസ്റ്റമാണ് കോൺജുഗേറ്റഡ് സിസ്റ്റം. ഇങ്ങനെ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം മാത്രമേ ഉള്ളൂ? അല്ല, കോൺജുഗേറ്റഡ് സിസ്റ്റം വേറെയുമുണ്ട്. നമ്മൾ ഹെക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി പഠിക്കുന്ന സമയത്ത് മറ്റു കോൺജുഗേറ്റഡ് സിസ്റ്റം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ റെസൊണൻസ് എഫക്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നല്ലത് സിംഗിള് ഡബിള് എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഗോട്ട് ഇറ്റ്? ഇങ്ങനെയുള്ള ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ 2 പൈ ബോണ്ടുകൾക്കിടയിൽ അല്ലെങ്കിലോ ഒരു പൈ ബോണ്ടിൻ്റെയും ഒരു ലോൺ പെയറിൻ്റെയും ഇടയിൽ എന്താടാ ഞാൻ പറഞ്ഞത്? 2 പോസിബിലിറ്റി ഉണ്ട്. എന്താ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 പൈ ബോൺസിനിടയിൽ അല്ലെങ്കിൽ ഒരു പൈ ബോണ്ടിൻ്റെയും ഒരു ലോൺ പെയറിൻ്റെയും ഇടയിൽ ഇൻട്രാക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് അവിടെ പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഫിനോമിനയാണ് എന്തെന്ന് പറയുന്നത്? പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഫിനോമിനയാണ് റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് അതൊരു കോൺജുഗേറ്റഡ് സിസ്റ്റം ആവുമ്പോഴാണ് റെസൊണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ മീസോമറിക് എഫക്റ്റ് നടക്കുക. അവിടെ ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് 2 പൈ ബോണ്ടുകൾക്കിടയിൽ ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു പൈ ബോണ്ടിൻ്റെയും ലോൺ പെയറിൻ്റെയും ഇടയിൽ ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നു. അതിൻ്റെ ഭാഗമായി പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് എഫക്റ്റ് എന്ന് മക്കൾ മനസ്സിലാക്കുക. അത് നോർമലി കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലാണ് ഉണ്ടാവുക എന്നുള്ളതും മക്കൾ മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം, ഒരു എക്സാമ്പിൾ ഇവിടെ നോക്ക്. ഇത് അനിലിനാണ് കേട്ടോ. ആരാടാ ഇത്? അനിലിനാണ് എടുത്തിട്ടുള്ളത്. അനിലിനിൽ റെസൊണൻസ് എഫക്റ്റ് അഥവാ മീസോമറിക് എഫക്റ്റ് നടക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നൈട്രജൻ്റെ കയ്യിൽ ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടല്ലോ? ഉണ്ട്. ഇവിടെ നിങ്ങൾ ബെൻസീൻ റിങ്ങിൽ ഒരു പൈ ബോണ്ട് ഉണ്ടല്ലോ? ഉണ്ട്.
അപ്പൊ ലോൺ പെയർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് മാറുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രാക്ഷൻ. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ, എന്താ, രണ്ട് പൈ ബോണ്ടുകൾക്കിടയിൽ ഇൻട്രാക്ഷൻ നടക്കുക, അല്ലെങ്കിൽ ഒരു പൈ ബോണ്ടിന്റെയും ലോൺ പെയറിന്റെയും ഇടയിൽ ഇൻട്രാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞില്ലേ. എന്താണ് ഈ ഇൻട്രാക്ഷൻ? അതാ നിങ്ങൾ കണ്ടത്. ലോൺ പെയർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്ത സമയത്ത് ഇവിടെയുള്ള പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. ആ മൂവ്മെന്റ് ഇല്ലേ, അതാണ് ഇൻട്രാക്ഷൻ. അപ്പൊ എന്താ സംഭവിച്ചതടാ, ഈ നൈട്രജന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി, ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു. എടാ, പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ചാർജിനെയല്ലേ പൊളാരിറ്റി എന്ന് വിളിക്കുക, നിങ്ങൾ അറിയണം. അപ്പൊ ഈ ലോൺ പെയറിന്റെയും പൈ ബോണ്ടിന്റെയും ഇടയിൽ ഇൻട്രാക്ഷൻ നടന്ന സമയത്ത് അവിടെ പൊളാരിറ്റി ഫോം ചെയ്തിട്ടുണ്ട്, അവിടെ ചാർജ് ഫോം ചെയ്തിട്ടുണ്ട്. അതൊരു റെസൊണൻസ് എഫക്റ്റ് ആണ്. അതൊരു റെസൊണൻസ് എഫക്റ്റ് ആണ്. ഇതൊന്ന് വരച്ചെടുക്കുന്നത് നല്ലതാ കേട്ടോ, ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഇത് നമ്മൾ നേരത്തെ ഇൻഡക്റ്റീവ് എഫക്റ്റിൽ 3 പൊസിഷൻ വരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, 3 പൊസിഷൻ വരെ ഒന്നും അല്ല. അതായത് ഈ ലോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇവിടെ പ്ലസ് വന്നു, ഇവിടെ മൈനസ് വന്നു. ഓക്കെ, ഈ ലോൺ പെയർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഡബിളായി ഇത് ഇങ്ങോട്ടേക്ക് വന്നാൽ അതിവിടെ ഒരു പെയർ ആയിട്ട് കൊടുക്കുക. ഇനി ആ പെയർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ടായി, ഇവിടെ ഉണ്ടായിരുന്ന ബോണ്ട് ഇവിടെ എത്തിയപ്പോൾ നെഗറ്റീവ് വന്നു. ഗോട്ട് ഇറ്റ്. ഇനി വേണമെങ്കിൽ ഒരു സ്ട്രക്ചറും കൂടെ കാണിക്കാം. എങ്ങനെയാ? ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്താ മക്കളെ, ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ നൈട്രജന് താഴേക്ക് ഇറങ്ങിയ ലോൺ പെയർ മുകളിലേക്ക് തന്നെ കയറും. ഓക്കെ, അങ്ങനെയും കാണിക്കാം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? ഇവിടെയുള്ള ലോൺ പെയർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൈ ബോണ്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സിംഗിൾ ബോണ്ടായിട്ട് മാറും. അത് വരയ്ക്കൽ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ NH2ൻ്റെ ലോൺ പെയർ നൈട്രജന് തന്നെ കിട്ടും. അപ്പോൾ അവിടെ പ്ലസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെ ഡബിൾ ബോണ്ട് ആവും. ഇത് 5ാമത്തെ ഒരു സ്ട്രക്ചറായിട്ട് വേണമെങ്കിൽ വരക്കാം. അപ്പോൾ മക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ഒരു സംഭവമല്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് 2 പൈ ബോണ്ട്സിനിടയിൽ, അല്ലെങ്കിൽ ഒരു പൈ ബോണ്ടിൻ്റെയും ലോൺ പെയറിൻ്റെയും ഇടയിൽ ഇൻട്രാക്ഷൻ ഉണ്ടാവുമ്പോൾ അവിടെ പൊളാരിറ്റി ഉണ്ടാവുന്ന ഫിനോമിനൻ്റെ പേരാണ് റെസൊണൻസ് എഫക്റ്റ്. അത് കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലാണ് നടക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിളാണ് ഇത്. ഇത് ലോൺ പെയറിൻ്റെയും പൈ ബോണ്ടിൻ്റെയും ഇടയിൽ ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ പൊളാരിറ്റി ഉണ്ടാവുന്നതിൻ്റെ എക്സാമ്പിളാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്ക്. നൈട്രോബെൻസീൻ എടുത്തത്. ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ്? ഇവിടെയുള്ള പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെയുള്ള പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ പൈ ബോണ്ടിൻ്റെയും ലോൺ പെയറിൻ്റെയും ഇടയിലാണോ ഇൻട്രാക്ഷൻ? അല്ലേ അല്ല. ഇവിടെ 2 പൈ ബോണ്ടിനിടയ്ക്കാണ് ഇൻട്രാക്ഷൻ. ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോയി. അപ്പോഴും അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവുന്നുണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുന്നുണ്ട്. പൊളാരിറ്റി ഉണ്ടായോ? പൊളാരിറ്റി. പക്ഷെ പൊളാരിറ്റി ഉണ്ടായതോടുകൂടെ പരിപാടി നിൽക്കുന്നില്ല കേട്ടോ, അതവിടെ ഡീലോക്കലൈസ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് വരച്ചെടുക്കുന്നത് നല്ലതാണ്. പക്ഷെ പോയിന്റ് ഇത്രയേ ഉള്ളൂടാ. എന്താ നമ്മുടെ പോയിന്റ്? 2 പൈ ബോണ്ടുകൾക്കിടയിൽ ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പൈ ബോണ്ടിൻ്റെയും ലോൺ പെയറിൻ്റെയും ഇടയിൽ ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? പൊളാരിറ്റി ഉണ്ടാവുന്നുണ്ട്. ആ ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ മിസോമറിക് എഫക്റ്റ്. എടാ, നമ്മൾ ഒന്നുകൂടെ പഠിക്കുന്ന സമയത്ത് അതും 2 ടൈപ്പ് ഉണ്ട് എന്ന് പറയേണ്ടതായിട്ട് വരും. ഒന്ന് പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് മിസോമറിക് എഫക്റ്റ് ആണ്. പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ്, പോസിറ്റീവ് മിസോമറിക് എഫക്റ്റ്. അതേപോലെ നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് അഥവാ നെഗറ്റീവ് മിസോമറിക് എഫക്റ്റ്. അഥവാ റെസൊണൻസ് എഫക്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കേട്ടോ മിസോമറിക് എഫക്റ്റ്. റെസൊണൻസ് എഫക്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മിസോമറിക് എഫക്റ്റ്. അപ്പോൾ പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് ഓർ പോസിറ്റീവ് മിസോമറിക് എഫക്റ്റ്, നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് ഓർ നെഗറ്റീവ് മിസോമറിക് എഫക്റ്റ്. എന്താടാ പോസിറ്റീവ്? നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റിൽ പഠിച്ച അതേ ഐഡിയ തന്നെയാണ്. ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നതല്ലേ നമ്മൾ പോസിറ്റീവായി പറഞ്ഞത്? ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്നതല്ലേ നെഗറ്റീവായി പറഞ്ഞത്? അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ആർക്ക് ഡൊണേറ്റ് ചെയ്യുന്നു, ആർക്ക് വിഡ്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ എവിടെ നിന്ന് വിഡ്രോ ചെയ്യുന്നു? എടാ, കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലേക്ക് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോസിറ്റീവ് എന്ന് വിളിക്കുക. എന്നാൽ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ പെയറിനെ വിഡ്രോ ചെയ്യുന്ന എഫക്റ്റ് എന്താ?
നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റാ. നോക്ക് നിങ്ങൾ ഇവിടെ പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് അനിലും പറഞ്ഞത്. കാരണം എന്താടാ? കാരണം ഇവിടെ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് അല്ലേ, പ്ലസ് സിംഗിൾ ഡബിൾ ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ബെൻസീൻ റിംഗിലല്ലേ. അപ്പം നൈട്രജനിലുള്ള അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള ലോൺ പെയർ അവിടെ നിന്ന് താഴേക്കല്ലേ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. നോക്ക്, ഇവിടെയുള്ള ഇലക്ട്രോൺ പെയർ താഴേക്കല്ലേ ഡിസ്പ്ലേസ് ചെയ്യുന്നത്, കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന്റെ അടുത്തേക്കല്ലേ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അതാണ് പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് മീസോമറിക് എഫക്റ്റ്. എന്നാൽ രണ്ടാമത്തെ നോക്ക്, കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ നിന്ന് പൈ ബോണ്ട് മുകളിലേക്കാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റാ. അപ്പൊ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലേക്ക് ഇലക്ട്രോണുകളെ ഡിസ്പ്ലേസ് ചെയ്യണം. എന്നാൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ പേരെ വിഡ്രോ ചെയ്യണം, പിടിച്ചു വലിക്കണം. ഇവിടെ ഈ NO2 ഗ്രൂപ്പ് ബെൻസീൻ റിംഗിൽ നിന്ന് അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുക, അതുകൊണ്ട് അത് നെഗറ്റീവ് റെസൊണൻസിന്റെ എക്സാമ്പിൾ ആയി മാറുന്നത്. എന്നാൽ നേരത്തെ നമ്മൾ കണ്ടത് എന്താ? NH2 കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലേക്ക് അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യാണ്, അങ്ങോട്ട് കൊടുക്കുന്നത് പോസിറ്റീവ്, ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നത് നെഗറ്റീവ്. അതാണ് ഐഡിയ. നോക്കടാ, ഇനി നോക്ക് പോസിറ്റീവിന്റെ എക്സാമ്പിൾ എന്താ? പോസിറ്റീവിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഹാലോജൻസ് പൊതുവെ പോസിറ്റീവാ കാണിക്കുക, അതേപോലെ NH2 ഗ്രൂപ്പ് പൊതുവെ പോസിറ്റീവാണ് കാണിക്കാറുള്ളത്, ആൽക്കഹോൾ പോസിറ്റീവാ കാണിക്കാറുള്ളത്, അങ്ങനെ ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. എന്നാൽ നെഗറ്റീവിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ടടാ. ആസിഡ് എന്താ? നെഗറ്റീവ് റെസൊണൻസാ കാണിക്കുക, അതേപോലെ ആൽഡിഹൈഡ്, അതേപോലെ തന്നെ കീറ്റോണ്, അതേപോലെ നൈട്രോ ഗ്രൂപ്പ്, ഇവരൊക്കെ നെഗറ്റീവ് റെസൊണൻസ് കാണിക്കുന്നതിന്റെ എക്സാമ്പിളാ, അല്ലെങ്കിൽ നെഗറ്റീവ് മീസോമറിക്കിന്റെ എക്സാമ്പിളാ. അപ്പൊ മക്കളെ, നിങ്ങൾ നോട്ട് ചെയ്തു വെക്കേണ്ട പോയിന്റ് എന്താ? രണ്ട് പൈ ബോണ്ടുകൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു പൈ ബോണ്ടിന്റെയും ലോൺ പെയറിന്റെയും ഇടയിൽ ഇന്ററാക്ഷൻ ഉണ്ടാവുമ്പോൾ അവിടെ പൊളാരിറ്റി ഉണ്ടാവുന്ന ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയറിനെ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്ന എഫക്റ്റ് ആണെങ്കിൽ, നെഗറ്റീവ് എന്ന് പറയുന്നത് കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ പെയറിനെ വിഡ്രോ ചെയ്യുന്ന എഫക്റ്റ് ആണ് എന്ന് അറിയേണ്ടതുണ്ട്. ഏതൊക്കെ ഗ്രൂപ്പുകളാണ് പോസിറ്റീവും നെഗറ്റീവും കാണിക്കുക എന്നുള്ള കാര്യം മക്കളെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. റെഡി അല്ലടാ? യെസ്. അടുത്തത് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത് നോക്കടാ. Many chemical properties of organic compounds can be explained on the basis of electron displacement effect. ശരി, വാട്ട് ഈസ് റെസൊണൻസ് എഫക്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കടാ, ഇവരെ +R -R എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യണം. NH2 ഗ്രൂപ്പ് +R എക്സാമ്പിളാ, NO2 -R ആണ്, ആസിഡ് -R ആണ്, ആൽക്കഹോൾ +R എക്സാമ്പിളാ. അറിയണം. ഇനി മക്കളെ, ഇലക്ട്രോമറിക് എഫക്റ്റ്, മൂന്നാമത്തെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആണ് ഇലക്ട്രോമറിക് എഫക്റ്റ്. നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. എന്താണ് ഇലക്ട്രോമറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ആദ്യം തന്നെ അറിയണം, അതൊരു ടെമ്പററി എഫക്റ്റ് ആണ്. അത് മൾട്ടി ബോണ്ടഡ് സിസ്റ്റത്തിൽ കാണുന്ന എഫക്റ്റ് ആടാ. നോക്ക് നിങ്ങൾ, മൾട്ടി ബോണ്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ മൾട്ടി ബോണ്ടഡ് സിസ്റ്റം എന്ന് വിളിക്കുക. അതൊരു ടെമ്പററി എഫക്റ്റ് ആണ്. എന്താണ് എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ഞാൻ പറയാം. നോക്ക്, ഒരു മൾട്ടി ബോണ്ടഡ് സിസ്റ്റത്തിലേക്ക് ഒരു അറ്റാക്കിംഗ് റിയേജന്റ് വരുന്നു. ഒരു മൾട്ടി ബോണ്ടഡ് സിസ്റ്റത്തിലേക്ക് ഒരു അറ്റാക്കിംഗ് റിയേജന്റ് വരുന്നു. ഇവിടെ H+ വരുന്നു, ഇവിടെ Cn- വരുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുക? ഇവിടെ ഉള്ള പൈ ബോണ്ട് ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോമറിക് എഫക്റ്റ് എന്ന് വിളിക്കുക. എടാ, ഒരു മൾട്ടി ബോണ്ടഡ് സിസ്റ്റത്തിന്റെ അടുത്തേക്ക് ഒരു അറ്റാക്കിംഗ് റിയേജന്റ് വരുന്ന സമയത്ത് ഇവിടെയുള്ള പൈ ബോണ്ട് ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഇലക്ട്രോമറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോമറിക് എഫക്റ്റ്. ഗോട്ട് ഇറ്റ്? നോക്കൂ, ഇത് ഇങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ എന്താടാ വരിക? അപ്പോൾ സിംഗിൾ ബോണ്ട് എന്നുള്ളത് എന്തായിട്ട് മാറും? ഡബിൾ ബോണ്ട് എന്നുള്ളത് സിംഗിൾ ബോണ്ടായിട്ട് മാറും. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ അവിടെ നെഗറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്. ഇവിടെയും അങ്ങനെ തന്നെയല്ലേ? നോക്ക്, ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താണ് ചെയ്തത്? ഒരു മൾട്ടി ബോണ്ടഡ് സിസ്റ്റത്തിലേക്ക് ഒരു അറ്റാക്കിംഗ് റിയേജന്റ് വരുമ്പോൾ അവിടെയുള്ള പൈ ബോണ്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോമറിക് എഫക്റ്റ് ആണ്. ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇവിടെ നടന്നത് ഇലക്ട്രോമറിക് എഫക്റ്റ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇലക്ട്രോമറിക് എഫക്റ്റ് 2 ടൈപ്പ് ഉണ്ട്.
ഏതാണെന്നറിയോ? ഒന്ന് പോസിറ്റീവാണ്, രണ്ട് നെഗറ്റീവാണ്. എന്താ പോസിറ്റീവ് എന്നല്ലേ? ഇവിടെ നടന്നത് പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ്, ഇവിടെ നടന്നത് നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റാണ്. എന്താന്ന് ഞാൻ പറയാം. നോക്ക്, ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. എങ്ങോട്ടേക്കാ എച്ച് പ്ലസ് ബോണ്ട് ചെയ്യുക? എച്ച് പ്ലസ് ഒരു സംശയവും ഇല്ല, എച്ച് പ്ലസ് ബോണ്ട് ചെയ്യുക ഈ നെഗറ്റീവ് ഉള്ള കാർബണിലേക്കല്ലേ. കാരണം ഇയാളുടെ കയ്യിൽ പോസിറ്റീവാ, അയാൾ നെഗറ്റീവിലേക്കല്ലേ പോവുക, ഒരു ഡൗട്ടും ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്ലസ് കൊടുക്കുന്നതിന് പകരം ഇവിടെയുള്ള മൈനസ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ, ഏത് കാർബൺ ആറ്റത്തിലേക്കാണ് അറ്റാക്കിംഗ് റിയേജന്റ് ബോണ്ട് ചെയ്തത്? പൈ ബോണ്ട് ഏത് കാർബൺ ആറ്റത്തിലേക്കാണോ ഷിഫ്റ്റ് ചെയ്തത് അതേ കാർബൺ ആറ്റത്തിലേക്കല്ലേ അറ്റാക്കിംഗ് റിയേജന്റ് ബോണ്ട് ചെയ്തത്? അതെ എങ്കിൽ അതൊരു പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റിന് എക്സാമ്പിളാ. അത് പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റിന് എക്സാമ്പിളാ. എന്താ പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ്? ഏത് കാർബൺ ആറ്റത്തിലേക്കാണോ അറ്റാക്കിംഗ് റിയേജന്റ് ബോണ്ട് ചെയ്യുന്നത് അതേ കാർബൺ ആറ്റത്തിലേക്ക് പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പൈ ബോണ്ട് ഏത് കാർബൺ ആറ്റത്തിലേക്കാണോ ഷിഫ്റ്റ് ചെയ്തത് അതേ കാർബൺ ആറ്റത്തിലേക്ക് അറ്റാക്കിംഗ് റിയേജന്റ് ബോണ്ട് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇനി പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് അതേ കാർബണിലേക്ക് അറ്റാക്കിംഗ് റിയേജന്റ് ബോണ്ട് ചെയ്തിട്ടില്ലെങ്കിലോ അത് നെഗറ്റീവ്. നോക്ക് നിങ്ങൾ, ഇവിടെ CN മൈനസാ, പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തത് ഈ കാർബണിലേക്കാ, പക്ഷെ അങ്ങോട്ടേക്ക് CN മൈനസ് പോവോ? ഇല്ല, അത് പോസിറ്റീവിലേക്കല്ലേ പോവാ, കാരണം ഇവിടെ മൈനസ് അല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെ CN മൈനസ് കൊടുക്കാം. എന്ത് കൊടുക്കാം ഇവിടെ? CN മൈനസ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത അതേ കാർബൺ ആറ്റത്തിലേക്ക് അറ്റാക്കിംഗ് റിയേജന്റ് ബോണ്ട് ചെയ്തോ? ഇല്ല. സോ ദാറ്റ് ഈസ് നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. അപ്പോൾ ഇലക്ട്രോമെറിക് എഫക്റ്റ് ഒരു ടെമ്പററി എഫക്റ്റ് ആണ്, അത് സിമ്പിൾ എഫക്റ്റ് ആണ്. ആ സിമ്പിൾ എഫക്റ്റിൽ എന്താ നടക്കുന്നത്? ഒരു മൾട്ടി ബോണ്ടഡ് സിസ്റ്റത്തിലേക്ക് ഒരു അറ്റാക്കിംഗ് റിയേജന്റ് ബോണ്ട് ചെയ്യുന്ന അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള പൈ ബോണ്ട് ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഏത് ആറ്റത്തിന്റെ അടുത്തേക്കാണോ ഷിഫ്റ്റ് ചെയ്തത് അതേ ആറ്റത്തിന്റെ അടുത്തേക്ക് അറ്റാക്കിംഗ് റിയേജന്റ് ബോണ്ട് ചെയ്ത പോസിറ്റീവ്, അല്ലെങ്കിൽ നെഗറ്റീവ്. സിമ്പിൾ അല്ലടാ? ഇലക്ട്രോമെറിക് എഫക്റ്റ് സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളായ കാര്യമാണ്. ഇലക്ട്രോമെറിക് എഫക്റ്റ് വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി എന്താ? ഇനി ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് മക്കളെ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട എഫക്റ്റാണ്. ഞാനൊരു എക്സാമ്പിളിലൂടെ അത് പറഞ്ഞു തരാം. എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടെയാണ് ഈത്തൈൽ കാറ്റയോൺ അല്ലെങ്കിൽ ഈത്തൈൽ കാർബോ കാറ്റയോൺ. എന്താ അത്? CH3CH2+. ഓക്കെ മക്കളെ, നോക്ക് നിങ്ങൾ, ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വരക്കുന്നത് നോക്ക്. CH3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, CH2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഗോട്ട് ഇറ്റ്? ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ, എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് എന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ മൾട്ടി ബോണ്ടഡ് കാർബൺ ആറ്റം വേണം. ഓക്കെ, അഥവാ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കാർബൺ വേണം, നോർമലി ഡബിൾ ബോണ്ട് ഉള്ളത്. അല്ലെങ്കിലോ അൺഷെയർഡ് p ഓർബിറ്റിലുള്ള കാർബൺ വേണം. ഇതെന്താ? ഇതൊരു അൺഷെയർഡ് p ഓർബിറ്റിലുള്ള കാർബണാണ്. കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഒരു പോസിറ്റീവ് ചാർജുള്ള കാർബൺ അൺഷെയർഡ് p ഓർബിറ്റിലുള്ള കാർബൺ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഒന്നെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള കാർബൺ ആവണം, അല്ലെങ്കിൽ ഡബിൾ ബോണ്ടുള്ള കാർബൺ ആവണം. ഓക്കെ, അവിടെയാണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് നോർമലി നടക്കുക. ഓക്കെ, അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക? ആ കാർബൺ ഏത്? അൺഷെയർഡ് p ഓർബിറ്റിലുള്ള കാർബൺ അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് കാർബൺ. ഓക്കെ, അതിൻ്റെ തൊട്ടടുത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പില്ലേ, ആ ആൽക്കൈൽ ഗ്രൂപ്പിലുള്ള CH സിഗ്മ ബോണ്ട് ഇല്ലേ, ഏത് ബോണ്ട്? CH സിഗ്മ ബോണ്ട്. അതെന്ത് ചെയ്യും? ആ കാർബണിൻ്റെ അടുത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്യും, ഡിലോക്കലൈസ് ചെയ്യും. അതിനെയാണ് പാർഷ്യൽ കോൺജുഗേഷനിൽ ഏർപ്പെടുക എന്ന് പറയുക. അപ്പോൾ പറയുമ്പോൾ വലിയ എന്തോ സംഭവമൊക്കെയാണ്, പക്ഷേ സംഭവം വളരെ സിമ്പിളാണ്. ഈ CH സിഗ്മ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഇത് CH സിഗ്മ ബോണ്ടാ, ഇതും അങ്ങനെ തന്നെയുള്ളൊരു ബോണ്ടല്ലേ, ഇതും അങ്ങനെ തന്നെയുള്ളൊരു ബോണ്ടല്ലേ? ആണ്. ഏത് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്തു. അത് ഷിഫ്റ്റ് ചെയ്താൽ നോക്കണേ നിങ്ങൾ, ഈ എച്ചിനെന്തോ വ്യത്യാസമുണ്ടോ? ഇല്ല. ഈ എച്ചിനെന്തോ വ്യത്യാസമുണ്ടോ? ഇല്ല. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ഈ കാർബണിൻ്റെ കൂടെ 2 H ഉണ്ട്. ഇനി അവിടെ പ്ലസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോടാ? ഇനി അവിടെ പ്ലസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം 4 ബോണ്ട് കിട്ടി. ഇവിടെ ഒരു H ഇല്ലേ, ബോണ്ടല്ലേടാ ഷിഫ്റ്റ് ചെയ്തത്. H ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അയാൾക്ക് ബോണ്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ പ്ലസ് അവിടെ കൊടുക്കുക. ഞാനിപ്പോൾ പറഞ്ഞത് ഈ CH സിഗ്മ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കഥയാണ്. ഈ CH സിഗ്മ ബോണ്ട് ഷിഫ്റ്റ് ചെയ്താലോ അവിടെ ബോണ്ട് ഉണ്ടാവില്ല, അവിടെയുള്ള എച്ചിന് എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. വേണമെങ്കിൽ വരക്കാം. നോക്കെന്താടാ, ആ ഹൈഡ്രജൻ ആറ്റത്തിന് പ്ലസ് കിട്ടി, അവിടെ ബോണ്ട് ഇല്ല.
ഇവിടെ എച്ച്, ഇവിടെ എച്ച്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ എച്ച്, ഇവിടെ എച്ച്. ഇനി മൂന്നാമതൊരു സാധ്യതയുണ്ട്. ഏതാ? ഇതും CH, ഈ അൺഷെയ്ഡ് p ഓർബിറ്റിലുള്ള കാർബണിന്റെ തൊട്ടടുത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പിലുള്ള CH സിഗ്മ ബോണ്ട് അല്ലേ, അതും ഷിഫ്റ്റ് ചെയ്യാം. അതാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ എച്ചും ഈ എച്ചും അങ്ങനെ തന്നെയുണ്ട്. എന്നാൽ ഈ എച്ചിന് ബോണ്ട് നഷ്ടപ്പെടും. ഡബിൾ ബോണ്ട് ഇങ്ങനെ. ഗോട്ട് ഇറ്റ്? അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ അൺഷെയ്ഡ് p ഓർബിറ്റിലുള്ള കാർബൺ ആറ്റത്തിന്റെ അടുത്തേക്ക് ഇവിടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പിലുള്ള CH സിഗ്മ ബോണ്ട് ഡിലോക്കലൈസ് ചെയ്യല്ലേ ചെയ്തത്. അതാണ് പാർഷ്യൽ കോൺജുഗേഷനിൽ ഏർപ്പെടുക എന്ന് പറയുന്നത്. ഈ എഫക്റ്റ് ആണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. അൺസാച്ചുറേറ്റഡ് കാർബൺ ആറ്റം അഥവാ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിലും ഇത് തന്നെയാണ് നടക്കുക. മക്കളെ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈഥൈൽ കാർബോകാറ്റയോണിനെ കുറിച്ച്, ഈഥൈൽ കാർബോകാറ്റയോണിൽ നടക്കുന്ന ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റിനെ കുറിച്ച് എക്സാമിന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് പഠിക്കേണ്ടതുണ്ട്. എത്ര സ്ട്രക്ചർ? ഇതാണല്ലോ നമ്മുടെ ബേസിക് സ്ട്രക്ചർ. ഇതല്ലാതെ 3 റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് കിട്ടി. 3 റെസൊണൻസ് സ്ട്രക്ചർ കിട്ടി. അതെന്തിനാ 3 എണ്ണം കിട്ടിയ കഥ ഞാൻ പറഞ്ഞത്? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. നമ്പർ ഓഫ് റെസൊണൻസ് സ്ട്രക്ചർ, നമ്പർ ഓഫ് റെസൊണൻസ് സ്ട്രക്ചർ കൂടുന്ന സമയത്ത്, നമ്പർ ഓഫ് റെസൊണൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ കൂടുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? സ്റ്റെബിലിറ്റി കൂടുന്നുണ്ട്. സ്റ്റെബിലിറ്റി കൂടുന്നുണ്ട്. ഈ റെസൊണൻസ് കൂടുക എന്ന് പറയുന്നതിന് പകരം നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ കൂടുന്നതിന് പകരം സ്റ്റെബിലിറ്റി കൂടുന്നു നിങ്ങൾക്ക് പറയാം. ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. നമ്മളിപ്പോൾ എടുത്തത് ഈഥൈൽ കാർബോകാറ്റയോണിനെ കുറിച്ചല്ലടാ, CH3 CH2+ കുറിച്ചാണ്. അതിന് പകരം ഞാനൊരു എന്താ പറയുക സെക്കൻഡറി എടുക്കുകയാണ്. CH3 twice CH കാർബോകാറ്റയോൺ. അതിന് പകരം ഞാനൊരു ടെർഷ്യറി എടുക്കുക, CH3 thrice C കാർബോകാറ്റയോൺ. ഇതൊന്ന് നോക്കി പറഞ്ഞേ, നിങ്ങൾ ഒന്ന് നോക്കി പറഞ്ഞേ. ഇവിടെ ഒരു CH3 വന്നതുകൊണ്ട് 3 CH സിഗ്മ ബോണ്ട് വന്നു. അതുകൊണ്ട് 3 റെസൊണൻസ് അല്ലെങ്കിൽ 3 ഹൈപ്പർ കോൺജുഗേഷൻ വന്നു. ഇവിടെ 2 CH3 വന്നാൽ 6 CH സിഗ്മ ബോണ്ട് ഉണ്ടാവും, 6 ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടാവും. ഇവിടെ 3 CH3 വന്നതുകൊണ്ട് 9 CH സിഗ്മ ബോണ്ട് ഉണ്ടാവും, 9 ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടാവും. എന്താ നേരത്തെ പറഞ്ഞത്? ഹൈപ്പർ കോൺജുഗേഷൻ അല്ലെങ്കിൽ റെസൊണൻസ് കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുന്നല്ലേ. അപ്പൊ നമുക്ക് ഒരു സംശയമില്ലാതെ പറയാം, ടെർഷ്യറി കാർബോകാറ്റയോൺ ആണ് സ്റ്റെബിലിറ്റി കൂടുതൽ, പിന്നെ സെക്കൻഡറിക്കാണ്, പിന്നെ പ്രൈമറിക്കാണ്. നമ്മൾ ഇത് ഹെറ്ററോളിസിസിൽ ടെർഷ്യറി കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി പറയുമ്പോൾ പറഞ്ഞതല്ലേ ആണ്. അത് നമുക്ക് ഹൈപ്പർ കോൺജുഗേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. എക്സാമിന് ചോദിക്കാറുണ്ട്, ഹൈപ്പർ കോൺജുഗേഷൻ വെച്ച് കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി ഓർഡർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ടെർഷ്യറിയിൽ ഹൈപ്പർ കോൺജുഗേഷൻ കൂടുതലാണ്, അതുകൊണ്ട് സ്റ്റെബിലിറ്റി കൂടുതലാണ്. പിന്നെ സെക്കൻഡറി, പിന്നെന്താ പ്രൈമറി. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്ക് നിങ്ങൾ, അറേഞ്ച് ദ ഫോളോയിങ് കാർബോകാറ്റയോൺ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദർ സ്റ്റെബിലിറ്റി. ഒരു സംശയവുമില്ല, ഏറ്റവും കൂടുതൽ ടെർഷ്യറിക്കാണ്, ഏറ്റവും കൂടുതൽ ടെർഷ്യറി, പിന്നെ സെക്കൻഡറിക്കാണ്, പിന്നെ ഈഥൈലിനാണ്, പിന്നെയാണ് മീഥൈലിന് വരുന്നത്. ഓക്കെ, അത് ഹൈപ്പർ കോൺജുഗേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. എടാ, മീഥൈൽ കാർബോകാറ്റയോണിൽ ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടോ? ഇല്ല. മീഥൈൽ കാർബോകാറ്റയോണിൽ ഹൈപ്പർ കോൺജുഗേഷൻ ഇല്ല. പക്ഷേ ബാക്കിയുള്ള 3 എണ്ണത്തിലും ഉണ്ട്. അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഹൈപ്പർ കോൺജുഗേഷൻ വെച്ച് കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇനി നോക്കടാ, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് ഇൻ കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ 4 കോവാലന്റ് ബോണ്ടിൽ 4 ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ 4 മാർക്കിന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മക്കളെ, അത് കൃത്യമായിട്ട് പഠിക്കണം. 4 ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റും മക്കളെ നിങ്ങൾ നീറ്റായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ ആണല്ലോടാ? യെസ്. അപ്പോൾ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ഒന്ന് നല്ല ക്ലിയർ ആയിട്ട് ഇരുന്ന് വീഡിയോ കണ്ട് നോട്ട് എഴുതിയെടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷേ ഇത്രയും പഠിച്ചാൽ നമുക്ക് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. റെഡി ആണല്ലോടാ? അപ്പോൾ എന്തൊക്കെ ഈ പാർട്ടിൽ പഠിച്ചത്? ഐസോമറിസം പഠിച്ചു അല്ലേ? പിന്നെ മെക്കാനിസത്തിൽ ഹോമോളിസിസും മെട്രോളിസിസും പഠിച്ചു. ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലും പഠിച്ചു. 4 ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് പഠിച്ചു. അല്ല, അടിപൊളിയായിട്ട് മക്കളെ പഠിക്കുക. പഠിച്ചിട്ട് നിങ്ങൾ അടുത്ത പാർട്ടിലേക്ക് വരിക. ഓക്കെ, ബൈ.